ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല, ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ എഫ് എം, ജിയോ 7 അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാം. യൂട്യൂബിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് താങ്ക് യു ഫോർ യുവർ സബ്സ്ക്രിപ്ഷൻസ് ആൻഡ് യുവർ കണ്ടിന്യൂസ് സപ്പോർട്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആൻഡ് ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ എല്ലാ ചാനലുകളുടെയും ലിങ്ക് നമ്മുടെ യൂട്യൂബിലെ ബോർഡ് സെക്ഷനിൽ കാണും. അവിടെ പോയാൽ നിങ്ങൾക്ക് അവിടെയൊക്കെ കയറി ഞങ്ങളെ ഫോളോ ചെയ്യാം. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മിസ് യുഡിസി കുമാരി ആൻഡ് മിസ്റ്റർ ചക്രപാണി. വെൽക്കം ടു ദ ഷോ. ഹലോ. Yes. യെസ്. ഇപ്പോൾ കിഷ്കിന്ദ കാണ്ഡം OTT റിലീസായല്ലേ? അതെ, OTT റിലീസായി. നിങ്ങൾക്ക് ലൈക്ക് OTT റിലീസിൽ നിങ്ങൾ രണ്ടുപേരും ആക്ച്വലി നമ്മൾ രണ്ടുപേരെ കണ്ടിട്ടുള്ളെന്ന് തോന്നുന്നു. കുമാരി ഞാൻ ഫസ്റ്റ് ടൈം കണ്ട ഞാനത് ആക്ച്വലി ഇതല്ലല്ലോ. തിയേറ്ററിൽ കണ്ടുള്ളൂ. ഞാൻ OTT കണ്ടില്ല. ബട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ OTT-ൽ കണ്ടപ്പോൾ ഒരു ഡിഫറെന്റ് അനുഭൂതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. യെസ്, എന്താണത്? എന്തായിരുന്നു? അത് എനിക്ക് പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പലരും പറഞ്ഞത് ഒരു സ്ലോ ബേൺ ത്രില്ലർ എന്നുള്ള രീതിയിലാണ്. അപ്പം ഉം. തുടക്കം അങ്ങനെയാണ്, ഇത്തിരി സ്ലോ ആയിട്ടാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ മലയാളം പടങ്ങൾ അങ്ങനത്തെ യൂസ്ഡ് ആയതുകൊണ്ട് ഞാൻ ഓർത്തു അതൊരു പ്രശ്നമായിരിക്കില്ല എന്നുള്ള രീതിയിലാണ് ഞാനത് കണ്ടത്. ഓ, പക്ഷെ ഇതേ. എനിക്ക് കണ്ടപ്പോൾ പറഞ്ഞു പറഞ്ഞു. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ ആം, ഒരു എന്താ പറയുന്ന ഒരു ഏഹ്, ഏത് പടമാണ് അതിന് എക്സാമ്പിളായിട്ട് പറയാനായിട്ടുള്ളതെന്ന് എനിക്കങ്ങോട്ട് പെട്ടെന്ന് വരുന്നില്ല. ബട്ട് ഒരു സ്ലോ ഇതിൽ പോയി അങ്ങനെയല്ല. എനിക്ക് തുടക്കം തൊട്ടേ ഒരു ഭയങ്കര ഇൻട്രീഗിങ് ആയിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ലോ ബേൺ എന്നുള്ള ഫീൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരു എന്താ പറയുന്നത്, നല്ല സ്പീഡിൽ തന്നെ കാര്യങ്ങൾ പോകുന്ന പോലെ. കാര്യം ഞാൻ തുടക്കം തൊട്ടേ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്, ഈ വിജയരാഘവൻ എന്താ ഇങ്ങനെ, ആസിഫ് അലി എന്താണ് ഇച്ചിരി റോങ് ആണല്ലോ. അതായത് ആദ്യം തന്നെ മറ്റേ ഈ എന്താ ഇവരുടെ കല്യാണം നടക്കുമ്പം ഉം. ഏഹ്, തന്ത വീട്ടിൽ ഇരിക്കുകയാണ്. ഇവരുടെ രണ്ടുപേരെ രജിസ്റ്റർ മാരേജ് നടക്കുന്നു. മകന്റെ കല്യാണത്തിന് തന്തയില്ല. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കൊക്കെ അതൊരു ഒരു എന്തൊക്കെയോ തുടക്കം തൊട്ടേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ എന്നൊക്കെ ഉള്ള രീതിയിലൊരു ഞാൻ അവിടുത്തെ ആ തോക്ക് പോകുന്നത് മേ ബി അതിനെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കാം ഒരു ഇത് പോകുന്നത് ത്രൂ ഔട്ട്. പക്ഷെ അത് മാത്രമല്ലല്ലോ, അതൊരു എന്താ പറയുന്നത്, അതിനോടനുബന്ധമായിട്ട് ഇങ്ങനെ വെവ്വേറെ ഓരോ ഓരോ ഇത് കഴിയുമ്പോഴത്തേക്കും പുതിയ പുതിയ ത്രെഡുകളൊക്കെ വരുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. പിന്നെ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കൊരു മറ്റൊരു ചിത്രവുമായിട്ട് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ തട്ടിച്ചു. അതായത് എനിക്ക് ഒരു സിമിലാരിറ്റി തോന്നി. പക്ഷെ സിമിലാരിറ്റി ഇൻ ദ സെൻസ് ഒരു ഓവറോൾ എടുത്ത് നോക്കുമ്പോൾ ഉള്ള ഒരു സിമിലാരിറ്റിയാണ്. ഇതുപോലെ അല്ല ആ പടം. അതേതാണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പം അതാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഇതിൽ കണ്ടപ്പോൾ. തിയേറ്ററിൽ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഇതിന്റെ ഒരു റിവ്യൂ നീ ഇപ്പൊ ഈ സ്ലോ ബേണർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് ഓർത്തു. ഒരു ഒരു ആള് ഇങ്ങനെ റിവ്യൂ പറയും. നോർത്ത് ഇന്ത്യൻ ആണ്. അപ്പം പുള്ളി പറയുന്നുണ്ടായിരുന്നു ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഫിലിം. പക്ഷെ ഏതൊരു മലയാളം പടം പോലെയും ഭയങ്കര പേസ് ഭയങ്കര സ്ലോ ആണ്. സോ അതായതുകൊണ്ട് നിങ്ങൾ കാണാതിരിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിത് തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഒന്നാമത് മലയാളം ഫിലിം എല്ലാം സ്ലോ പടമാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ബട്ട് ദെൻ അഗൈൻ എനിക്കത് കണ്ടപ്പോഴും തിയേറ്ററിൽ കണ്ടപ്പോഴും എനിക്ക് ഒരു മിനിറ്റ് പോലും എന്റെ എന്താ പറയുന്നത്, എന്റെ ഒരു ശ്രദ്ധ അതിൽ നിന്ന് ആ കഥയിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിൽ നിന്നോ മാറുന്ന പോലെ എനിക്ക് അല്ല, തോന്നിയിട്ടില്ല. പറ. അത് മറ്റ് ഭാഷയിലുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളിൽ എപ്പോഴും വരുന്ന ഒരു സംഭവമാണത്.
ഈ ഉം. സ്ലോ കാര്യം അവർ കാണുന്ന ഇപ്പം ജോജിയോ അല്ലെങ്കിൽ വേറെ എന്താ ഒരു എക്സാമ്പിൾ പറയുന്നത്, വേറെ ഇങ്ങനത്തെ പടങ്ങളൊക്കെ അവർ കാണുന്ന OTT-യിലൂടെ അവർ കാണുന്ന സിനിമകളൊക്കെ ഇങ്ങനത്തെ ആണല്ലോ. ഒരു 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 പതിഞ്ഞ് ഇപ്പം ദൃശ്യം 2 ആണെങ്കിലും ഉം. ഒന്ന് കഥയൊന്ന് പിക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം സമയെടുക്കും. എടുക്കുന്നുണ്ടല്ലോ. അതുപോലത്തെ ആണല്ലോ അവര് കാണുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം വരുന്നത്. പക്ഷെ നമ്മക്കത് യൂസ്ഡ് ആണ്. അതുകൊണ്ട് നമ്മക്കത് തോന്നത്തില്ല. അങ്ങനെ ഒരു ഒരു ഫീലിംഗ് ഉണ്ടാവുമോ എന്നുള്ളത്. കണ്ടിന്യൂ. മലയാളത്തില് ഈ വേൾഡ് ബിൽഡിങ്ങിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോണ്ടാ ആ പല പടങ്ങളും ഉം. ഈ സ്ലോ ആണെന്ന് തോന്നുന്നത്. പക്ഷെ അതിൻ്റെ അതാണ്. അകത്തൊരു ഞാനതൊരു ബെനിഫിറ്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം ക്യാരക്ടറിന് കുറച്ചുകൂടെ ഒരു ഡെപ്ത് ഫീൽ ചെയ്യും. അല്ല കുറച്ചുകൂടെയും സ്റ്റോറി ബിൽഡ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ തോന്നുന്നത്. അത് എല്ലാവരും ആ കോഡ് ക്രാക്ക് ചെയ്യണമെന്നില്ല. ബട്ട് കിഷ്കിന്ധയുടെ കാര്യത്തിൽ തിയേറ്ററിൽ ഞാൻ കണ്ടപ്പം എനിക്കിത് സ്ലോ ബേൺ മൂവി ആയിട്ട് തോന്നി. ഐ മീൻ ഐ എം നോട്ട് സെയിങ് ഇറ്റ് ഇൻ എ റോങ് വേ. ഇൻ എ ഗുഡ് സെൻസ് ഐ ഫൗണ്ട് ഇറ്റ് ടു ബി എന്താ പറയുക, പതിയെ ക്യൂരിയോസിറ്റി ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയി ആ ഇന്റർവെല്ലിന്റെ അവിടെ മറ്റേ ഇതിന്റെ ബോഡി ഒരു ബോഡി കിട്ടുമല്ലോ, ഉം. ഒരു കുരങ്ങന്റെ. പ്രൈമേറ്റിന്റെ ബോഡി കിട്ടുമെന്ന് പറയുമ്പോൾ അപ്പം അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് എല്ലായിടത്തും ഒരു മിസ്റ്ററിയുടെ ഒരു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്രംസ് ഇങ്ങനെ ലീവ് ചെയ്തിട്ട് പോകുമ്പം നമുക്ക് വി വാണ്ട് ടു നോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഓർ വേർ ആ ദിസ് ഇസ് ഗോയിങ് എന്നുള്ള. സോ അതെ അതെ. ആൻഡ് ഉം. ആൻഡ് പ്ലസ് ഞാൻ ഈ പടം കാണാൻ പോകുമ്പം ക്ലീൻ സ്ലേറ്റ് ആയിട്ടാ പോയത്. ഉം. ആൻഡ് ഐ ഡിഡ് നോട്ട് സീ എനി ട്രെയിലർ ടീസർ, ഒന്നും കണ്ടില്ല. ഞാൻ ഞാനും ഒന്നുമേ കണ്ടിട്ടില്ല. കണ്ടില്ല. അല്ല എനിക്ക് തോന്നുന്നു ഒന്നുമേ അവന്മാർ ഞാൻ അത് കണ്ടില്ല. അധികം അങ്ങനെ പ്രൊമോട്ട് അങ്ങനെ ഓവറായിട്ട് ചെയ്തിട്ടില്ലെന്ന് പ്രൊമോട്ടും തോന്നുന്നില്ലേ? ചെയ്തിട്ടില്ല. ഇല്ല. ആ ഇല്ല ഇല്ല ഇല്ല. ഇല്ല. അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണം ഭയങ്കരമായിട്ട് ആ സിനിമ ഉണ്ടായിരുന്നു. കാണുമ്പം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി. കാരണം ഇറ്റ്സ് ഐ ഐ പേഴ്സണലി ലവ് ദ വേ ഹൗ ദേ ബിൽഡ് ദ വേൾഡ്. ആ ഉം. വേൾഡ് ബിൽഡിങ്ങും ആ അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് എടുത്തറിഞ്ഞു. ഉം. അതായത് ഇപ്പൊ ആ മരവും കാടും ഐ കുഡ് റിയലി ഫീൽ ഇറ്റ്. ലൈക്ക് അവിടുത്തെ ചീവീടിന്റെ സൗണ്ടും കൊരങ്ങന്മാരുടെ സൗണ്ടും അതൊരു എന്താ പറയുക, ഒരു ഒരു ഭയങ്കര ഒരു എക്കോസിസ്റ്റം ഫീൽ ചെയ്യായിരുന്നു ആ പടത്തിന്റെ അകത്ത്. അല്ല പക്ഷെ ഇപ്പം ആൻഡ് സ്ലോ ആന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ഓർത്തേ. അത് പക്ഷെ പക്ഷെ നോർമലി നമ്മുടെ ആ നോർമലി അല്ല. നമ്മുടെ പടങ്ങളിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ ഏതൊരു പടത്തിൽ കാണുന്ന പോലെ ഇന്ന ക്യാരക്ടർ ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന ആള് ഉം, ഇന്ന എന്റെ ഇന്ന ഇതും മെയിൻ ക്യാരക്ടറിന്റെ ഇന്ന ബന്ധുവാണ് ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഒരു വേൾഡിലെ ഇന്ന പ്രാധാന്യമുള്ള ആളാണ് ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സ്പൂൺ ഫീഡിംഗ് ടെക്നിക് ഉണ്ടല്ലോ അത് ഇതിനകത്തിൽ ഇല്ലായിരുന്നു. ഞാനിങ്ങനെ ഇല്ല. ആലോചിക്കായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴേ ഇവര് ദൂരെ ഉം, നിന്നിട്ട് ഇവന്റെ ഒരു പയ്യനെ പുതിയ മീറ്റ് ചെയ്യുന്നു, ഭാര്യയുടെ എന്റെ അളിയൻ അളിയന്. അളിയനെ കാണുന്നുണ്ട്. അപ്പൊ അളിയനെ ഉം. കാണുമ്പോഴത്തേന് നമ്മൾക്ക് അറിയില്ല അത് ആരാണെന്ന്. കാണുന്നവൻ പിന്നീടാണ് അത് മനസ്സിലാക്കുന്നത് അത് ആരാണെന്ന്. അതുപോലെ തന്നെ ചേട്ടന്റെ കാര്യത്തിലും അങ്ങനെയാണ്. വീഡിയോ കോൾ വിളിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയില്ല അത് ആക്ച്വലി ചേട്ടനാണെന്നുള്ളതായിട്ട്. ചേട്ടനാണെന്ന്. ഇവന്റെ ഇവന്റെ രണ്ടാം കല്യാണം ആണെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. അറിയുന്നില്ല. അതെ അറിയുന്നില്ല. അതെ അതെ, അതെ. അതെ. ഉം. കറക്റ്റ്. ശരിയാണ്. അതാ ഞാൻ അതൊക്കെ പറഞ്ഞെ ആ ഒരു സ്പൂൺ ഫീഡിങ് ഭയങ്കരായിട്ട് കുറവാണ് ഈ പടത്തിനകത്തില്. ഞാൻ നോക്കിയിട്ട്. ആക്ച്വലി നമുക്ക് ആ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സിനിമയ്ക്കകത്തെ ക്യാരക്ടേഴ്സിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ ടുവേർഡ്സ് ദി എൻഡ് വി വിൽ ഡിസ്കസ് ഇറ്റ്. ഉം. ബട്ട് ലൈക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കും ദിഗംബരനും ഒരേപോലെ തോന്നിയ ഒരു കാര്യമാണ്. വി വർ ഡിസ്കസിങ് ഇറ്റ് ബിഫോർ ഓൾസോ. ഇത് തിയേറ്ററിൽ കണ്ടപ്പോൾ സ്ലോ ബേൺ ആയിട്ട് തോന്നിയത് OTT കണ്ടപ്പോൾ അത്ര സ്ലോ ബേൺ ആയിട്ട് തോന്നിയില്ല. പെട്ടെന്ന് പടം തീർന്നു. നമുക്ക് എന്താ പറയുന്നത്, രണ്ടാമത് കണ്ടപ്പോഴത്തേക്കും വി ഗോട്ട് ടു നോ ബിറ്റ് മോർ, കുറച്ചുകൂടെയും ആ സിനിമയെ അടുത്തറിയാൻ പറ്റിയ പോലെ എനിക്ക് തോന്നി. ഐ ഡോണ്ട് നോ ഹൗ, ലൈക്ക് ഡിഡ് യു ഗൈസ് ഫീൽ ദ സെയിം വേ? ഐ മീൻ ഞാൻ ഒടിടി കണ്ടില്ല. ദിഗംബരൻ അറ്റ്ലീസ്റ്റ്. ആ ദിഗംബരന് എന്താ തോന്നിയത്? കുറച്ചുകൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ സിനിമയെ പറ്റി? അല്ല ഞാന് OTT-ല് മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓക്കെ. തിയേട്രിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നറിയില്ല. പക്ഷെ എനിക്ക് ഇതില് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഞാൻ ഒന്നാമത് ഈ ഇപ്പം കുമാരി പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ വരുവാണെങ്കിൽ അയാൾ ഇന്ന ഇതാണ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം മറ്റേ അളിയനെ കണ്ടു കഴിഞ്ഞപ്പോ ഇവൻ ആരാണെന്നാണ് ആദ്യം ആലോചിച്ച്. ഉം.
അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഇതാരാണ്? എന്താണ് ഈ ക്യാരക്ടേഴ്സുമായിട്ടുള്ള ബന്ധം? ഇവിടെ എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്. പിന്നെ ഈ ആംബിയൻസ് ആണെങ്കിലും ആ ഒരു ലൊക്കേഷൻ അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ഒരു മിസ്റ്ററി വൈബ് ഉണ്ട്. തന്തയാണെങ്കിൽ ഒരു ഷേഡി ക്യാരക്ടർ. ഇയാളാണ് ഇങ്ങനെ എന്തോ നടക്കുന്നു. ആസിഫ് അലിക്ക് എന്തൊക്കെയോ അറിയാം. പക്ഷെ ആ, അതെ അതെ. പുള്ളി അതായത് ഷെയ്ഡി ഇവൾ ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ചോണ്ട് ജഗദീഷിന്റെ വന്ന് ഷെയ്ഡി ക്യാരക്ടർ. ആ ഇവൾ ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ചോണ്ട് വന്ന് പുള്ളിയുടെ അടുത്ത് പറയുമ്പോഴും അവന് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നുമില്ല. ആഹാ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ജഗദീഷിന്റെ എന്തോ ആണെന്ന് അറിഞ്ഞുകൂടാ. ഇയാള് കാണാൻ ജഗദീഷിന്റെ പോകുന്നുണ്ട്. ക്യാരക്ടർ നല്ല ക്യാരക്ടർ ആയിരുന്നു അത്. ഇവര് തമ്മിൽ അതും എന്താ ബന്ധം? ഇതിന്റെ അകത്ത് ഓരോന്നിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ചേട്ടൻ സംസാരിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ ഒരു 500 ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഐ മീൻ അതൊരു വേറൊരു റെഫറൻസ് ആണ്. അത് NN പിള്ളയെ റെഫർ ചെയ്യുന്നതും വിജയരാഘവനായിട്ട് കണക്ട് ചെയ്ത് പറയുന്നതൊക്കെ ഗുഡ്, നല്ല റൈറ്റിംഗ് ആണ്. പക്ഷെ ഞാൻ ഇതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോഴാണ് പുള്ളി ചേട്ടനായിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നത്. സെയിം കേസ് ഈ മറ്റേ ചെറുക്കൻ ഒരുപാട് സാധനങ്ങൾ മുകളിലോട്ട് വലിച്ചെറിയുമായിരുന്നു. അങ്ങനെ ആ ടോയ്സ് മൊത്തം ചെറുക്കന്റെ കുറെ ടോയ്സ് എടുത്തോണ്ട് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരികയും അവിടെയൊക്കെയാണ് നമ്മള് എന്താ പറയുക ഒരു വാട്ട് ഐ പേഴ്സണലി ഫെൽറ്റ് വാസ് ദാറ്റ് ദി റൈറ്റർ വാസ് റിയലി റെസ്പെക്ടിങ് ദി ഇന്റലിജൻസ് ഓഫ് ദി ഓഡിയൻസ്. ഓഡിയൻസിനെ മണ്ടന്മാരായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല. അതാണ് പക്ഷെ എനിക്ക് ഏറ്റവും അതിലൊരു ഇഷ്ടപ്പെട്ടത് അത് കാര്യം. ഭയങ്കര റിസ്കി ആണ് ഇൻ എ വേ. കാരണം അത് കറക്റ്റ് ആയിട്ട് Yeah, ആൾക്കാർക്ക് ക്ലിക്ക് yeah. ആയില്ലെങ്കിലേ പണോ അത് ഇത് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ മണി അല്ലേ? അപ്പൊ അത് ആ, ഉം, അല്ല, ഇവിടെ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത് എന്താണെന്നറിയോ? ഇഫ് യു ഡോണ്ട് ടേക്ക് ദ റിസ്ക്, പീപ്പിൾ വിൽ കീപ്പ് ഓൺ ഫോളോയിങ് എ പെർട്ടിക്കുലർ ഫോർമുല. അത് നമ്മുടെ ഓഡിയൻസിനെയും നമ്മുടെ സിനിമയും നശിപ്പിക്കത്തേ ഉള്ളൂ. നമ്മൾ ആ ഓഡിയൻസിനെ ഇപ്പം രാം ഗോപാൽ വർമ്മ പറഞ്ഞ ഒരു ഒരു ടോക്ക് ഷോയ്ക്കകത്ത് പുള്ളി ബ്രില്യന്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ടോക്ക് ഷോ അല്ല, സോറി, ഭരദ്വാജ് രംഗനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞ സംഭവമാണ്. നമ്മുടെ നാട്ടിലെ മിക്ക ഡയറക്ടേഴ്സിന്റെയും പ്രശ്നം എന്താ പറഞ്ഞാൽ ഓഡിയൻസിനെ മണ്ടന്മാരായിട്ട് കൺസിഡർ ചെയ്തിട്ട് സിനിമ ചെയ്യുന്നതാണ് മിക്ക ഡയറക്ടേഴ്സിന്റെയും പ്രശ്നമുള്ളത്. വേറെ ഹോളിവുഡിൽ പറയുന്നത്, ക്രിസ്റ്റഫർ നോളൻ പോലും പറയുന്നത് എന്താണ്, ഓഡിയൻസ് ആർ ടു ഇന്റലിജന്റ്. വി നീഡ് ടു മേക്ക് ഫിലിംസ് ദാറ്റ് വിൽ സ്റ്റാൻഡ് ബിയോണ്ട് ദെയർ ഇന്റലിജൻസ്, ദാറ്റ് വിൽ മേക്ക് ദം തിങ്ക് എന്നുള്ള രീതിയിലാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ സ്പൂൺ ഫീഡിങ് ഐ മീൻ സ്പൂൺ ഫീഡ് ചെയ്യാതെ കറക്റ്റായിട്ട് കാര്യങ്ങളെ പ്ലേസ് ചെയ്തു. ഹി വാസ് സക്സസ്ഫുൾ ഇൻ പ്ലേസിങ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് കുറെ കാര്യങ്ങള് ആ പടം എൻഡ് ചെയ്യുമ്പോഴും കുറെ കാര്യങ്ങളൊക്കെ മിസ്റ്ററി. അത് നമുക്ക് അതിലേക്ക് വരാം. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന ഒരുപാട് പടങ്ങളുണ്ട്. ഇപ്പൊ മലൈക്കോട്ടൈ വാലിബനൊക്കെ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസിനെ ലൈക്ക് ഫീഡ് ചെയ്തില്ല. അത് ആൾക്കാരെ പോയി സ്പൂൺ ഫീഡ് ചെയ്യാത്തോണ്ട് കുറെ കാര്യങ്ങൾ അവിടെ വർക്കായില്ല. എന്താ പറയുന്ന, സോ ഇറ്റ് കെൻ ഗോ, ഇപ്പൊ കുമാരി പറഞ്ഞ പോലെ ഇറ്റ് കെൻ ഗോ റോങ് ബിക്കോസ് അത് പൈസയുടെ കാര്യമാണ്. ഇറ്റ്സ് എൻ എഫേർട്ട് ഫ്രം പീപ്പിൾ. ബട്ട് ഇവിടെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ കറക്റ്റ് ആയിട്ട് അത് നടന്നു. ആ റിസ്ക് ഫാക്ടർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട്, എന്താ പറയുന്ന, പെർഫെക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്തു. ഐ തിങ്ക് ദാറ്റ്സ് ദ റൈറ്റ് വേർഡ്. അല്ല, ആക്ച്വലി നീ പറയുന്നതിനോട് ബാക്ക് ചെയ്ത് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എല്ലാരും പൊതുവെ പറയുന്ന ഒരു കാര്യം, മലയാളി ഓഡിയൻസ് ഭയങ്കര ബുദ്ധിമാന്മാരാണ്, അല്ലെങ്കിൽ ഭയങ്കര ഇന്റലിജന്റ് ആണ്. പക്ഷെ ഞാനിപ്പോ വേറൊരു കാര്യം, അല്ല, ഞാൻ അതിനോട് യോജിക്കുമല്ല. ഐ എം നോട്ട് ഗോയിങ് അലോങ് വിത്ത് ഇറ്റ്, ഐ എം ഗോയിങ് ടു സേ സംതിങ് അഗൈൻസ്റ്റ് ഇറ്റ്. അപ്പം കാരണം കിഷ്കിന്ധാകാന്ഡം കണ്ടിട്ട് നമ്മുടെ ആൾക്കാരെക്കാളും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള വേറെ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അതിനോട് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അത് എന്ത് രീതിയിലുള്ള, അതിന് നെഗറ്റീവ് റെസ്പോൺസസ് ഉണ്ടായിരുന്നു. ബട്ട് അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് ഒത്തിരി പേര് പറഞ്ഞായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അപ്പം അതായത് മാസ പടം എടുത്താലേ ഹിറ്റ് ആവൂ എന്നുള്ളതൊന്നും ഇല്ല. അത് നീ ഇല്ല ഇല്ല, പറഞ്ഞതിനോട് ഞാൻ ചേർത്ത് വെക്കുവാണ്. അത് ഫോർമുല. അപ്പൊ അത് ഡെഫിനറ്റ്ലി അതർ ഇൻഡസ്ട്രീസ് ഓൾസോ ഷുഡ് ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നത് വളരെ ഒരു നല്ല കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബോളിവുഡ് ഫേസ് ചെയ്ത ഏറ്റവും വലിയ ക്രൈസിസിൽ ഒന്നെന്ന് പറയുന്നത് അവരൊരു ഫോർമുല ഫോളോ ചെയ്ത് പോവുകയും ചെയ്തു. ആ ഫോർമുല ചെയ്യുന്നു. അവർക്ക് ഫോർമുലയിൽ എത്തിപ്പെടാനും പറ്റിയില്ല.
സോ അത് ഷാറുഖ് ഖാന്റെ ഒരു റീസെന്റ് ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞൊരു സംഭവമുണ്ട്. ഷാറുഖ് ഖാനും അമീർ ഖാനും ഇത് ബ്രില്യന്റ്ലി കളിച്ച ഡയറക്ടേഴ്സാണ്. അവർക്ക് ദേ വാണ്ടഡ് ടു ബ്രിങ് എ സ്വാഗ് ദാറ്റ് സൗത്ത് ഇന്ത്യൻ ഹീറോസ് ഹാവ്, ലൈക് സ്റ്റാർസ് ഹാവ്. അത് ബോളിവുഡ് ഡയറക്ടേഴ്സ് കുറെ പേര് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഫെയിൽ ആയിപ്പോയി. ഇൻസ്റ്റഡ് ഷാറുഖ് ഖാൻ എന്താ ചെയ്ത്, ഹി ബ്രോട്ട് അറ്റ്ലിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും പുള്ളിയുടെ പ്രശ്നം സോൾവ് ആയി. പുള്ളിക്ക് ആ വേണ്ടിയ, ലൈക് ഈവൻ ദോ ജവാന്റെ ക്ലൈമാക്സ് അതിന്റെ അകത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് വർക്ക് ആയില്ലെങ്കിലും പുള്ളിയുടെ കുറെ 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 മൂവ്മെന്റ്സ്, കുറെ തിയേറ്റർ മൂവ്മെന്റ്സ് ബോളിവുഡ് ഡയറക്ടേഴ്സിന് ഉണ്ടാക്കാൻ പറ്റാത്തത് അറ്റ്ലിക്ക് ഉണ്ടാക്കാൻ പറ്റി. സോ ആ ഒരു എന്താ പറയുക, ഫോർമുല അനുസരിച്ച് വേറൊരു ഡയറക്ടറിനെ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും കിടിലായിട്ട് പുള്ളി എന്ത് ചെയ്തു, ആ ഫോർമുല ഉണ്ടാക്കിയ ആളെ കൊണ്ടുവന്ന് സെയിം സാധനം ഇവിടെ ചെയ്യിപ്പിച്ചു വേറെ രീതിയിൽ. അപ്പൊ അമീർ ഖാൻ മുരുകദോസിനെ വെച്ച് തന്നെയല്ല ഗജനി ഡയറക്ട് ചെയ്തത്. ആൻഡ് ഹി ഡിഡ് എ ഗുഡ് ജോബ് ഓൾസോ. സോ അത് ഐ ഡോണ്ട് അവര് തിങ്ക് പറഞ്ഞു. അവര് കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു എന്താ പറയുന്നേ ഫ്ലേവർ. അപ്പം അവർക്കതൊരു ഫ്രഷ് ആയിട്ടുള്ള അനുഭവമായിരുന്നു ജവാന്റെ കാര്യത്തിൽ. പക്ഷെ നമ്മള് നമ്മളതിനോട് യൂസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഒരു 16 അതെ, പടം നമ്മള് എടുത്ത് കണ്ട് മടുത്തതല്ലേ, നമ്മൾ അങ്ങനത്തെ സാധനം കണ്ട് ലിറ്ററലി നമ്മൾ കണ്ട് മടുത്തതാണ്. സോ ആൻഡ് ദർ ഇസ് നോ ഫോർമുല. അതാണ് ബോളിവുഡിന്റെ, ഞാൻ ഒരുപാട് പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ സംസാരിക്കുന്ന കണ്ടപ്പം ഐ വാസ് ഫീലിംഗ് സോ ബാഡ്. ഇപ്പം ഒന്നും വേണ്ട, ഇപ്പം ആനിമൽ ഓർ സ്ത്രീ, ഈ ആനിമൽ സ്ത്രീ ഒന്നും ഫോർമുല പടങ്ങളല്ല. പക്ഷെ ദേ സ്റ്റിൽ മെയ്ഡ് 1000 crores, അത്രയും പൈസ ക്രോസ് ചെയ്തു. അവിടെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ആ രണ്ട് പടത്തിന് ഒരു പടത്തിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്റർടൈനിങ് ഫാക്ടറും മറ്റേ പടത്തിന് സ്ട്രോങ് ആയിട്ടുള്ള റൈറ്റിംഗും ഉണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് എ സ്ട്രോങ് സ്ക്രീൻ പ്ലേ ആൻഡ് ദി അതർ ഹാഡ് എൻ എന്റർടൈനിങ് ഫാക്ടർ. സോ അത് കൺവിക്ഷനോടുകൂടി പോവുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എല്ലാരും ലൈക്ക് റൗണ്ട് ടേബിൾ കോൺഫറൻസിന്റെ അകത്തൊക്കെ കൂടുതലും ഉള്ള ഡിസ്കഷൻ എന്തുവാ, ഓക്കെ സൗത്ത് ഇന്ത്യൻ ഡയറക്ടേഴ്സിന്റെ വഴിയാണ് ഇപ്പൊ കറക്റ്റ് എന്നുള്ളത്, ആ ഫോർമുല കറക്റ്റ് എന്നുള്ളതാണ്. അതല്ല. ഞാനതിനോട് യോജിക്കുന്നില്ല. Yeah, see, all they need is Bollywood. Like, what Bollywood needs is that നല്ല റൈറ്റേഴ്സ്, കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമ. ഇപ്പൊ 12th ഫെയിൽ ഭയങ്കര ഹിറ്റ് ആയില്ലേ. 12th ഫെയിൽ വാസ് എ വെരി ഗ്രൗണ്ടഡ് ഫിലിം. ലപ്പാത്ത ലേഡീസ്, മറ്റേ ആ പടം, ലൈക് ലാപ്ത ലേഡീസോ ലപ്പാത്ത ലേഡീസ് അങ്ങനെ എനിക്കറിയത്തില്ല അതെങ്ങനെ പറയുന്നത്. കാരണം ലാപ്പത്ത എന്നാണ് അത് വരേണ്ടത്, കാണാതെ പോയത് എന്നുള്ളത് അല്ലേ. ആൾക്കാര് ലപ്ത എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലപ്പട്ട എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അറിയില്ല. ലാപ്പത്തയാണ് കാണാതെ പോവുക, മിസ്സിംഗ്. അത് they have everything there, but still they are saying that, അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ പോലും പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും ഞാൻ അതിനോട് കംപ്ലീറ്റ് ആയിട്ട് യോജിക്കാറില്ല. ബോളിവുഡ് അങ്ങ് തീർന്നു അങ്ങനെ പറയാനേ നമുക്ക് പറ്റത്തില്ല. അവർക്ക് സഞ്ജയ് ലീല ബൻസാലി ഉണ്ട്, വി ഡോണ്ട് ഹാവ് സഞ്ജയ് ലീല ബൻസാലി. തമിഴിന് വെട്രിമാരനുണ്ട്, നമുക്ക് വെട്രിമാരനില്ല. അല്ലെങ്കിൽ നമുക്കിപ്പം എന്താ പറയുക, നമുക്കൊരു ലിജോ ജോസ് പെല്ലിശ്ശേരി ഉണ്ട്, അവർക്കതില്ല. അത്രേ ഉള്ളൂ, ആ ഡിഫറൻസേ ഉള്ളൂ. സോ വി കാൺ സേ, ഐ മീൻ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത്, ഐ മേക്ക് ഇറ്റ് ഷോർട്ട്, ദർ ഇസ് നോ ഫോർമുല. എന്ത് ചെയ്യുവാണെങ്കിൽ അതൊരു കൺവിക്ഷൻ വെച്ച് ചെയ്യുവാണെങ്കിൽ അത് എത്തേണ്ടടുത്ത് എത്തും. എനിക്കൊന്ന് കിഷ്കിന്ധയുടെ കാര്യത്തില് നമ്മള് ഇറ്റ്സ് അൺബിലീവബിൾ. എല്ലാരും പുതുമുഖങ്ങളല്ലേ. ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, സിനിമാറ്റോഗ്രാഫറും കുറച്ച് പടത്തിന് സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഐ തിങ്ക് ദിസ് ഇസ് ഹിസ് ഫസ്റ്റ് സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ. സോ അഗൈൻ എനിക്ക് ആക്ച്വലി ഒരു ഭയങ്കര ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു ദൃശ്യം കണ്ടതിന് ശേഷം. സംതിങ് ഇൻ ദ സിമിലർ ലൈൻസ് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് അല്ല, ഭയങ്കര എന്താ പറയുക, എന്നെ പിടിച്ചിരുത്തി സിനിമ. എനിക്ക് അവസാനം വരെയും നമ്മുടെ അറ്റൻഷൻ എവിടെയും പോകാതെ സ്ട്രോങ് ആയിരുന്നു. അതിനൊരു വലിയ റീസൺ മ്യൂസിക്കും കൂടെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മ്യൂസിക് പ്ലേഡ് എ റിയലി ഇൻട്രസ്റ്റിംഗ് പാർട്ട്. അതൊരു പേഴ്സണലി ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ഇന്റർസ്റ്റെല്ലാർ മീറ്റ്സ് സ്ട്രേഞ്ചർ തിങ്സ് എന്നുള്ളൊരു ലൈനിലുള്ള ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥലത്ത്.
ഓക്കെ. പക്ഷെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. എവിടെയും മ്യൂസിക് ഇല്ലാതെയോ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ വളരെ കുറവാണ്. ശരിയാണ്. കറക്റ്റ്. പക്ഷേ നിങ്ങൾക്ക് ഐ മീൻ ഇന്റർസ്റ്റെല്ലാറിന്റെ മ്യൂസിക്കുമായിട്ട് കമ്പാരിസൺ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല ആക്ച്വലി. അപ്പം അത് അറിയത്തില്ല. ഇല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ആ ലെവൽ എന്നല്ല പറയുന്നത്. ഇന്റർസ്റ്റെല്ലാറിനെ പോലെ ഒരു ചേർച്ച് പിയാനോ ആ. പീസസ് ഒക്കെ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് സിനിമ, ആ സിനിമയുടെ എൻഡിൽ കുറെ ചേർച്ച് പിയാനോ, മറ്റേ സ്ട്രേഞ്ചർ തിങ്സിന്റെ അകത്ത് വരുന്ന പോലെ സിന്ത് വേവ് മ്യൂസിക് ഒക്കെ ഉണ്ട്. ഉം ഉം. ആ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് ത്രൂ ഔട്ട് സിനിമയിലുണ്ട്. അതും ചില ഈ മറ്റേ ഈ പറമ്പിൽ കത്തിക്കുന്നതിന്റെ പേരിൽ ഇവിടെ ഒരു അന്വേഷണം വരത്തില്ലേ, ഉം. സ്ഥിരം കത്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ. അപ്പൊ അവിടെ വന്ന് നിൽക്കുമ്പോഴും ഇവരുടെ ഡയലോഗ്സ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴും ബാക്ക്ഗ്രൗണ്ടില് മ്യൂട്ടഡ് എന്നല്ല, ഒരു ഇച്ചിരി ബഫ്ഡ് ആയിട്ട് ഒരു മ്യൂസിക് ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുക. ഉം ഉം. കോൺസ്റ്റന്റ്ലി ത്രൂ ഔട്ട് ദ ഫിലിം ദർ ഇസ് എ സൗണ്ട് ട്രാക്ക് ദാറ്റ് ഇസ് ഗോയിങ് ഓൺ. ആൻഡ് ആ സൗണ്ട് ട്രാക്ക് സെയിം സാധനമല്ല, ഇറ്റ് ഈസ് ഇവോൾവിങ്, ഇങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട് ഇമോഷൻ അനുസരിച്ചും. ആ സിനിമയുടെ ലാൻഡ്സ്കേപ്പ് മാറുന്നതിന്, ലാൻഡ്സ്കേപ്പ് എല്ലാം സെയിം ആണ്, ബട്ട് സ്റ്റിൽ സ്റ്റോറി പോകുന്നതിനനുസരിച്ച് ആ മ്യൂസിക് കറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നു. സോ പേഴ്സണലി ഐ ഫെൽറ്റ് ഇറ്റ്സ് ഈസിലി വൺ ഓഫ് ദ ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഓഫ് ലൈക്ക് ഈ ഇടയ്ക്ക് ഞാൻ കേട്ടതില്ല. എനിക്ക് അങ്ങനെയാ തോന്നിയത് പേഴ്സണലി. ആണ്. ആ എൻവയൺമെന്റിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു യാ ഇതായിരുന്നു. നമ്മൾ കറക്റ്റ്. അങ്ങോട്ട് അതിന്റെ അകത്തോട്ട് എന്താ പറയുന്നത്, എൻഗേജ്ഡ് ആയിട്ട് നിർത്തും. ഇപ്പൊ ആ ഭ്രമയുഗത്തിന്റെ ഭയങ്കര അകത്തൊക്കെ ഇൻവേഴ്സ്ഡ് പോലത്തെ ആയിപ്പോ ഒരു അല്ലേ. ആ ആ ഒരു ഫീല്. എനിക്ക് ആ ഭയങ്കരമായിട്ട് ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പടത്തിന്റെ ഹോൾ ആംബിയൻസ് വാസ് വെരി, ആ ജംഗിളി, ഭയങ്കര ജംഗിൾ, ഭയങ്കര ഗ്രീൻ, ഭയങ്കര ഒരു ആംബിയൻസ് ഫീൽ ചെയ്യായിരുന്നു തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത്. സോ അത് ഞാൻ യാ. പറഞ്ഞ അതിന്റെ ആംബിയൻസ് അതിന്റെ ഒരു മിസ്റ്ററിയിലോട്ട് ആഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു വൈബ് തരുന്നുണ്ട്. യെസ്. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഈ പറയുന്ന ഇപ്പം ഈ ഈ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ, നമ്മൾ ഇതിനു മുന്നേ നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പോഴൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഈ സോക്കാൾ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവീസിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും ദീസ് കൈൻഡ് ഓഫ് മൂവീസ് ബ്രേക്ക് ദാറ്റ് തോട്ട്. വാട്ട് യു തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ത്രില്ലർ ഫിലിംസ്? നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ തോന്നുന്നത്? ഇനിയും സാധ്യതകളുണ്ടെന്നാണ്. അത് ഡെഫിനറ്റ്ലി കാണും. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇതിന്റെ ബഡ്ജറ്റ് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തതാണ്. ഇതിന്റെ തന്നെ ഒരു 7.5 crore ആ അത്രേ 7 ഉള്ളൂ. ക്രോർ എങ്ങാണ്ടാണ് ഇതിന്റെ ബഡ്ജറ്റ്. പക്ഷെ അത് 10 ബോക്സ് ഇരട്ടിയാ ഓഫീസിൽ തിരിച്ചു കിട്ടിയത്. അല്ല, ഞാനിങ്ങനെ ഓർക്കായിരുന്നു ഡെഡ് പോളിന്റെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ റയൻ റെനോൾഡ്സ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ പറയായിരുന്നു, പുള്ളി മനഃപൂർവ്വം ഇതിന്റെ പ്രൊഡക്ഷനോട് പൈസ കുറച്ച് തന്നാ മതി, ഞങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് മതി, കുറച്ച് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്രിയേറ്റീവ് ആവാൻ പറ്റും എന്ന് പറഞ്ഞു. കാരണം ആദ്യത്തെ ഡെഡ് പൂൾ മൂവി വെരി ട്രൂ. അങ്ങനെയായിരുന്നു, ബഡ്ജറ്റ് കുറവായിരുന്നു വെരി അവർക്ക്. ട്രൂ. അപ്പൊ വെരി ട്രൂ. എനിക്ക് തോന്നുന്ന ആ ഒരു പൈസ കുറഞ്ഞിരിക്കുന്നത് കൊണ്ടുള്ള ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം ഐ തിങ്ക് ഇറ്റ് വർക്ക്സ് ഇൻ എ വേ. കാരണം ഇത് ഞാൻ ARMന്റെ ഒരു ഇന്റർവ്യൂല് ടോവിനോ ആയിരുന്നു ചിരിക്കുന്നത്. ഇത് ഏതൊരു തമിഴ് ഇന്റർവ്യൂവർ ആണ് ഇത് എടുക്കുന്നത്. അപ്പം പുള്ളി ഇങ്ങനെ ഇതേ ടോണിലൊരു ക്വസ്റ്റ്യൻ, എത്രയാണ് ഇതിന്റെ ബഡ്ജറ്റ്? ബഡ്ജറ്റ് 84 കോടിന്നോ എത്രാണ്ട് വലിയ കോടികളൊക്കെ പറയും പുള്ളി. അത് അതിന്റെ അതിന്റെ പകുതിയുടെ പകുതി പോലും ആയിട്ടില്ല മോനെ എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നുണ്ട്. സോ ഐ തിങ്ക് നമുക്ക് ആ ഒരു കാര്യമുണ്ട്. നമ്മുടെ മലയാളത്തിന്റെ ഒരു ഒരു പരിമിതി എന്നുള്ളതിൽ നിന്ന് ആ പരിമിതിയിൽ നിന്ന് നമുക്ക് ക്രിയേറ്റീവ്നെസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. വെരി ട്രൂ. വെരി ട്രൂ. അപ്പൊ അല്ല, അത് നമ്മള് ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളും കുറവാണ് ആക്ച്വലി മറ്റ് ഇൻഡസ്ട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ. പെട്ടെന്ന് നമ്മൾ പടം എടുത്ത് തീർക്കും. അത് ആക്ച്വലി ഇതിന്റെ അകത്ത് ഒരു വലിയ പോയിന്റ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിന്റെ അകത്ത് ഒരു പോയിന്റ് ഞാൻ പലരോടും സംസാരിച്ചിട്ടുള്ള കാര്യം, മലയാള സിനിമ കുറച്ചുകൂടെയും ഇങ്ങനത്തെ കഥകൾ ചെയ്യാൻ തുടങ്ങിയതിന്റെ മെയിൻ റീസൺ തന്നെ വി ഡിൻ ഹാവ് ദ മണി ഓർ റിസോഴ്സസ്. നമുക്ക് സ്റ്റുഡിയോസ് കുറവായിരുന്നു. അതെ അതെ അപ്പൊ ഞാൻ നമ്മള് നമ്മള് കൂടുതലും വീടുകളിലും പഴയ മനകളിലും കുറെ അങ്ങനെയൊക്കെ പോയി ഷൂട്ട് ചെയ്ത്, അപ്പൊ എന്താ പറയുക, ബഡ്ജറ്റ് കുറയും തോറും വി ആർ ഫോഴ്സ്ഡ് ടു ഡു മോർ റൂട്ടഡ്, വെരി ഗ്രൗണ്ടഡ് ഫിലിംസ്. ഇറ്റ്സ് ഓൾസോ വെരി റിയലിസ്റ്റിക് അല്ലേ? നമ്മള് വെരി ഒരു റിയലിസ്റ്റിക്. ഒരു സ്റ്റുഡിയോക്കകത്തിലല്ലാത്തപ്പോ നമുക്ക് തോന്നുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി വെരി ഡിഫറെന്റ്. അപ്പൊ അത് അല്ല ഞങ്ങള് നമ്മുടെ ഇപ്പം നമ്മുടെ ബിഗ് ബഡ്ജറ്റ് സിനിമകളാണെങ്കിൽ പോലും, ഇപ്പൊ നമ്മുടെ ലൂസിഫർ പോലും നമ്മള്
വേറെ ആൾക്കാർ റീമേക്ക് ചെയ്തത് നമ്മൾ കണ്ടതാണ്. വി നോ ഹൗ ഞങ്ങളത് ഹൊറബിൾ ഇറ്റ് വാസ്. ഒന്നിച്ചിരുന്ന കണ്ടു. ഗോഡ് യാ ഫാദർ. ഗോഡ് ഫാദർ നമ്മൾ കണ്ടതല്ലേ. പക്ഷെ ലൂസിഫറിന്റെ പ്രത്യേകത എന്താ, ഇറ്റ് വാസ് മോർ ഗ്രൗണ്ടഡ്, ഭയങ്കര സട്ടിൽ, വെരി ഗ്രൗണ്ടഡ്. നമ്മൾ ആ ബഡ്ജറ്റിന്റെ അകത്ത് വി മെയ്ഡ് എ ഫാന്റാസ്റ്റിക് ഫിലിം. നമ്മൾ എന്ത് ബഡ്ജറ്റ്, എനിക്ക് തോന്നുന്നു ചിരഞ്ജീവിയുടെ സാലറി ആയിരുന്നു നമ്മുടെ ലൂസിഫറിന്റെ ബഡ്ജറ്റ്. ബഡ്ജറ്റ്. വി മെയ്ഡ് അപ്പം ജസ്റ്റ് ഇമാജിൻ യു ഗിവിംഗ് പൃഥ്വിരാജ് സംതിങ് ലൈക്ക് 200 crore or something ഫോർ എമ്പുരാൻ. പുള്ളി മാജിക് ചെയ്യാൻ പറ്റും പുള്ളിക്കൊക്കെ. സോ ഐ തിങ്ക് യുനോ സി, നമ്മൾ പൈസ ഇട്ടാലും ആ പൈസ മുതലാണെന്ന് കാണിക്കുന്ന രീതിയിൽ ഒന്നെങ്കിൽ നമ്മൾ ചെയ്യുക. അതായത് ചുമ്മാ അനാവശ്യമായിട്ട് പാട്ടും ഡാൻസും കുത്തിക്കയറ്റുമല്ല, സിനിമയ്ക്ക് വാല്യൂ ആഡ് ചെയ്യുന്ന രീതിയിൽ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഈ ഇപ്പം പഴയ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നതിനെ പറ്റിയും ഇതുപോലെ പറയാറുണ്ട്. ഫിലിം വേസ്റ്റ് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ മനസ്സിൽ എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് പ്രോപ്പർ ചെയ്ത് അത് മാത്രമേ എടുക്കാറുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ. അപ്പം നമ്മള് രണ്ടുപേരോട് ഇരുന്ന് കണ്ട ഒരു പടം നീ ഓർക്കുന്നുണ്ട്, ഭാർഗവി നില. അതിന്റെ അകത്തില് ഭാർഗവി നില ശരിക്കും ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്ന ഏതൊരു വീട്ടിലാണ് മധുസർ ചെന്ന് അഭിനയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ലൊക്കേഷനും ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ലൊക്കേഷൻ. ഉണ്ട്. ആ ഞാനും ചക്രപാണിയും ഇന്ന് വിടാമുയർച്ചയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞോളൂ. അതിന് ആ പടത്തിന് ആ ഒരു ഹോളിവുഡ് ഫീല് വരുന്നത് ആ അസർബൈജാൻ ലൊക്കേഷനിൽ പോയി എടുത്തോണ്ടാണ്. ലിയോയ്ക്ക് കാശ്മീരിൽ എടുത്തപ്പോൾ ഒരു വേറൊരു ഇത് വന്നില്ലേ, അതുപോലെ. അപ്പൊ കിഷ്കിന്ധയ്ക്ക് ഇവിടെ പോയി ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ഭ്രമയുഗത്തിലാണെങ്കിൽ ആ ഒരു ആംബിയൻസ് ഉണ്ട്. ആ പുല്ലൊക്കെ അവര് ഇത് ചെയ്ത് വെച്ചതാണെങ്കിലും അത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. അറിയത്തില്ല. ഈ നമ്മള് പി എസ് നമ്മുടെ മണിരത്നത്തിന്റെ, നമുക്ക് മൂന്നുപേർക്ക് മണിരത്നത്തിന്റെ ഫേവറേറ്റ് പടം പി എസ് ഒന്നും അല്ല. ബട്ട് സ്റ്റിൽ പി എസിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ, പി എസ് കുറെ റിയൽ ലൊക്കേഷൻ ആയിരുന്നു. ഈവൻ സം ഓഫ് ദ പാലസസ്, അമ്പലം, അതൊക്കെ കുറച്ചുകൂടെ റിയൽ ലൊക്കേഷൻ ആയതുകൊണ്ട് ദർ ഇസ് സം സോർട്ട് ഓഫ് ഒരു റൂട്ടഡ് ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടഡ് ഫീലിംഗ് ദാൻ ബാഹുബലി നമുക്കുണ്ടായിരുന്നു. പിന്നെ ബാഹുബലി ഇറ്റ്സ് എ വെരി ഹൈ കൊമേഴ്ഷ്യൽ മസാല ഫിലിം. അല്ല, ഇത് എന്നെ കുറച്ചുകൂടെ സംബന്ധിച്ച് അത് സ്റ്റോറി രണ്ട് ഓറിയന്റഡ്. രണ്ട് അതെ, ടൈപ്പ് പടങ്ങളാണ്. ഓബ്വിയസ്ലി. പക്ഷെ ആ എന്താ പറയുക, ആ റിയൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുമ്പോ കിട്ടുന്ന ഒരു കാര്യവും ഫീലും ഒക്കെ അത് വേറെ തന്നെ. ഇപ്പൊ ഇതേപോലെ തന്നെ ദിഗംബരനായിട്ട് സംസാരിച്ച വിഷയം, വിടാമുയർച്ചി ഇപ്പൊ വേണമെങ്കിൽ അവർക്ക് പോയി ഇവിടെ ഷൂട്ട് ചെയ്യായിരുന്നു, രാമോജി റാവ് ഫിലിം സിറ്റിയിൽ. പക്ഷെ അത് ഭയങ്കര എവിഡന്റ് ആയിരുന്നു രാമോജി റാവ് ഫിലിം സിറ്റി ഷൂട്ടിങ്. പൊന്നിയിൻ സെൽവനും രാമോജി റാവ് ഫിലിം സിറ്റി ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതെ ഉണ്ടെന്ന് നമുക്ക് എവിടെ തോന്നിക്കുകയില്ല. അത് അടിപൊളിയായിട്ട് മാസ്ക് ചെയ്ത് അവര് ചെയ്തിരിക്കുന്നത്. സോ കമ്മിങ് ബാക്ക് ടു അവർ പോയിന്റ്, ലൈക്ക് വാട്ട് ഡു യു തിങ്ക്, ഇനിയും ഫ്യൂച്ചറിൽ നമുക്ക് ഈ ത്രില്ലർ സിനിമകൾ കുറച്ചുകൂടെയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നാണോ തോന്നുന്നത്? ഡെഫിനറ്റ്ലി. നമുക്കങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് ഇതിന് സാച്ചുറേഷൻ വന്നു, അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോളിളക്കം നിന്നു. ഇനിയിപ്പോ ത്രില്ലർ കണ്ടാലൊന്നും തോന്നത്തില്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ പോലും നമുക്ക് ഡിഫറെന്റ് ത്രില്ലേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പൊ ആൾക്കാർ അധികം സംസാരിക്കുന്നില്ല. എനിക്കിതിന്റെ ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫും ആ ഒരു ഇന്റർവെല്ലിന് മുമ്പേ ഉള്ള പോർഷനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് 12th മാന്റെ ആ ഒരു എന്താ പറയുക, ഒരു ലൊക്കേഷന്റെ അകത്തിരുന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ രീതിയും കാര്യങ്ങളൊക്കെ എനിക്ക് കോൺസെപ്റ്റ്. അത് ഭയങ്കര നല്ലതായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ഡെഫിനറ്റ്ലി ഇനി അങ്ങോട്ട് ചെല്ലുമ്പത്തേനും വരും. മനുഷ്യനാണല്ലോ. മുകുന്ദനുണ്ണി ഒരു ത്രില്ലർ ആണെന്ന് പറയാൻ പറ്റുമോ? ആ വേണേ പറയാം. പക്ഷെ അത് ത്രില്ലറിനേക്കാൾ അത് ഒരു കുറച്ചുകൂടെ വേറെന്തോ ഒരു വേറെ ഡാർക്ക് പടമാണ്. എനിക്ക് ഡാർക്ക് ഹ്യൂമർ. അടിപൊളി ഡാർക്ക് പടമാണ്. ഹ്യൂമർ. അത് ശരിക്കും ഡാർക്ക് ഹ്യൂമർ പടം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഗുഡ് അറ്റംപ്റ്റ്. ഭയങ്കര രസമുണ്ട് അത് അതും കണ്ടിട്ട്. ഒരു വെറൈറ്റി കോൺസെപ്റ്റ് ആണല്ലോ അതെ. നമ്മുടെ ആൾക്കാർ. അപ്പൊ Very ത്രില്ലറിലും വരുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ ഒരു എൻഡ് എന്ന് പറയാൻ പറ്റില്ല. കുറെ പടങ്ങൾ വരും, എല്ലാ ഒരു ജോൺറയിൽ ഹിറ്റായി കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു സീരീസ് ഓഫ് പടങ്ങൾ വരും, സാച്ചുറേറ്റഡ് ആവും. പക്ഷെ പിന്നെയും അതില് ആരെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവം കൊണ്ട് വരുമല്ലോ. അപ്പം കാരണം നമ്മൾ ഈ സൈക്കോളജിക്കൽ ത്രില്ലർ ഞാൻ ഇങ്ങനെ ഓൾമോസ്റ്റ് തീർന്നു എന്ന് ഇങ്ങനെ നമ്മളിപ്പോ ഒന്നുമില്ലേ, കുറച്ച് ഡേവിഡ് ഫിഞ്ചർ പടങ്ങളും കുറച്ച് ട്രൂ ഡിറ്റക്റ്റീവ് ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഓക്കെ ഇനി വരുന്ന എല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന്. പക്ഷെ ഇപ്പം പേഴ്സണലി എനിക്ക് കിഷ്കിന്ധ സ്റ്റാൻഡ് ഔട്ട് ചെയ്തതിന്റെ മെയിൻ റീസൺ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല്, ഞാനിപ്പം ബൊഗൈൻവില്ല കണ്ടു. പക്ഷെ ഈ ബൊഗൈൻവില്ല ഞാൻ കണ്ട് പകുതി ആയപ്പോഴേ ഞാൻ പ്രൊഡിക്ട് ചെയ്തു ഇതിന്റെ അകത്ത് എന്താ നടക്കാൻ പോകുന്നത്. പക്ഷെ കിഷ്കിന്ധ ടിൽ ദ ലാസ്റ്റ് മൂമെന്റ് ഐ ഹാഡ് നോ ക്ലൂ വാട്ട് ഇസ് ഗോയിങ്.
I എനിക്കൊരു literally സൂചന didn't know. ഇനി കിട്ടിയായിരുന്നു. എനിക്ക് അല്ല എനിക്ക് സൂചന കിട്ടിയത് വിജയരാഘവന്റെ കാര്യത്തില. ഞാൻ വിചാരിച്ചത് വിജയരാഘവൻ ആയിരിക്കും ഈ കൊച്ചിനെ എന്തോ ചെയ്തിട്ട് പുള്ളി മറന്നു പോകുന്നതെന്നുള്ളത്. That's what ഉം, I thought. ഉം, പക്ഷെ അല്ല ദാറ്റ് ആസിഫ് വാസ് അലിയുടെ ഒബിയസ് ക്യാരക്ടർ തിങ് അല്ലേ, അത് ആദ്യം യാ തന്നെ നമുക്കതൊരു ഒബിയസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഐ മീൻ അത് തന്നെ ഒബിയസായിരുന്നു. ആയിരിക്കും എന്ന്. ഒരു ഹാഫ് കഴിയുമ്പത്തേനും. എനിവേസ് പക്ഷെ എടാ എന്നാ പോലും ഇറ്റ് ഈസ് നോട്ട്, നമ്മളെ പോസിബിലിറ്റി ചിന്തിച്ചാലും അത് പ്രഡിക്റ്റബിൾ അല്ല ഒട്ടും പടം. The movie was not, I personally did not find it very predictable. പക്ഷെ എനിക്ക് തോന്നിയ കുറച്ച് ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് രണ്ടാമത്തെ വട്ടം കണ്ടപ്പോ തോന്നിയ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല്, ദിസ് മൂവീസ് മൂന്ന് പേർക്ക് മൂന്ന് ജേർണി ഉള്ള പോലെ എനിക്ക് തോന്നി. അപർണ ബാലമുരളി ഹാസ് എ ജേർണി ഓഫ് ഒരു രീതിയില്, ആസിഫ് അലി ഹാസ് എ ജേർണി ദാറ്റ് ഇസ് വെരി മച്ച് ഇന്റേണലൈസ്ഡ് ആൻഡ് ഹീസ് കോൺസ്റ്റന്റ്ലി ഹൈഡ് ചെയ്യും, അവനോട് തന്നെ കള്ളം പറഞ്ഞു പറഞ്ഞാണ് ജീവിക്കുന്നത്. വേറൊരു ജേർണി, അപ്പുപിള്ള ഹാസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ജേർണി വേർ ഹി റീഡിസ്കവേഴ്സ് ഹിംസെൽഫ്. ഹി റീഡിസ്കവേഴ്സ് ഹിംസെൽഫ്. ആൻഡ് പിന്നെ മൂന്ന് കാര്യങ്ങള്, അതായത് വേറെ മൂന്ന് കാര്യങ്ങൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാല്, ഒന്ന് മൂന്ന് കാര്യങ്ങൾ ഇതിന്റെ അകത്ത് കാണാതെ പോകും, അല്ലാതെ കാണാതെ പോകുന്നുണ്ട്. ഒന്ന്, ആ കൊച്ചിനെ കാണാതെ പോകും. രണ്ട്, തോക്ക് കാണാതെ പോകും. മൂന്ന്, അയാളുടെ ഓർമ്മ തന്നെ പോകും ഒരാളുടെ. ഉം. സോ എനിക്ക് ഓർമ്മയുടെ എനിക്കിത് കാര്യം പറയുമ്പോഴേ ആ ത്രൂ ഔട്ട് ഒരു മെമ്മറി എന്ന് പറയുന്ന സാധനത്തിനെ വെച്ച് അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഐ മീൻ ആ എല്ലാവരുടെയും അതാണ് ആ കാര്യം ഡിമെൻഷ്യ വെച്ചിട്ട് ആ, ഡിമെൻഷ്യ വെച്ചിട്ട് വിജയരാഘവന്റെ കേസിൽ ഡിമെൻഷ്യയാണ്. അതേസമയം ഉം. ആസിഫ് അലിയുടെ കേസിൽ അതൊരു പെയിൻഫുൾ മെമ്മറിയാണ് ദാറ്റ് ഹി ഹാസ് ടു കീപ് Painful ഇറ്റ് ടു memory, yeah. ഹിംസെൽഫ്. അതേസമയം അപർണ മാലമുരളിക്ക് അത് ഇറ്റ്സ് ലൈക്ക് സംതിങ് ഒരു ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള, ഓക്കെ എന്റെ ഭർത്താവിന്റെ ലൈഫിൽ അപർണ ബാലമുരളിയുടെ കേസില് ഷീ റിമെമ്പേഴ്സ് എവറിത്തിങ്. മെമ്മറി കൂടുതൽ, മെമ്മറി പവർ ഇസ് ഷീ റിമെമ്പേഴ്സ് ദ സ്മോളസ്റ്റ് ഡീറ്റെയിൽസ് ആൻഡ് ഷീ ഷീസ് ഓൾസോ കണക്ട്സ് ഇറ്റ്. സെർച്ചിങ് ഫോർ മെമ്മറീസ്. ഇവരുടെ Yeah, മെമ്മറീസിലേക്ക് she's പ്രൈ searching. ചെയ്യാനും നോക്കുന്നുണ്ട്. അപ്പൊ Yeah. അങ്ങനെ ഒരു But, ജേർണിയും കൂടെ ഉണ്ട്. അപ്പൊ ആ മെമ്മറി എന്ന് പറയുന്ന സാധനത്തിന് വെച്ചിരുന്നു. ഈവൻ ജഗദീഷിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ജഗദീഷിന്റെ മെമ്മറി ഇസ് വെരി ഡിഫറെന്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദം. അപ്പൊ ആ ഒരു ഉം. മെമ്മറി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ വെച്ചാൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ദാറ്റ് വാസ് വെരി എനിക്ക് വേറൊരു സ്പെഷ്യാലിറ്റി തോന്നിയത് എന്താണെന്നറിയോ, ഇതിന്റെ അകത്തൊരു ഭയങ്കര ബ്രില്യൻ റൈറ്റിംഗ് എന്താന്ന് പറയുക, ഇതിന്റെ അകത്ത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഇല്ല. അതാണ് അതിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. ഇപ്പം ജഗദീഷ് എന്ന് പോലീസിന്റെ അടുത്ത് പോയി അപ്പു പിള്ളയുടെ എന്തോ ഒരു കാര്യം പറയുമെന്ന് പറയുമ്പോഴും ജഗദീഷ് ഇസ് നോട്ട് എൻറ്റയർലി സേയിങ് എവറിത്തിങ് ബിക്കോസ് ഹി ഡസന്റ് നോ എവറിത്തിങ്. എവറിത്തിങ്. ആ ജഗദീഷ് ഒരു പെർട്ടിക്കുലർ കാര്യം മാത്രമേ പോയി പറയത്തുള്ളൂ. അപ്പുപിള്ള ഇങ്ങനെ കാണാൻ വന്നിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്തോ തോക്കിന്റെ കാര്യം, എന്തോ മറ്റേ കൊരങ്ങനെ വെടിവെച്ചതിന്റെ കാര്യം, അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്. ആ ആ ഒരു കൊച്ചിന്റെ കാര്യം കാര്യം മാത്രമേ പറയത്തില്ല. പറയത്തുള്ളൂ. കൊച്ചിന്റെ കാര്യം പുള്ളിക്ക് ഇല്ല അറിയാം, പക്ഷെ അത് അറിയത്തില്ല. പറയത്തില്ല. അല്ല ഇല്ല ഇല്ല കൊച്ചാണ് വെടിവെച്ചതെന്നുള്ളത് അറിയാം, ആ പക്ഷെ കൊച്ച് മരിച്ചത് എങ്ങനെയാണെന്നുള്ളത് അതറിയത്തില്ല. ജഗദീഷിന് അറിയത്തില്ല. പക്ഷെ അത് കൊരങ്ങനെ വെടിവെച്ചത് വെടിവെച്ചതറിയാം. അറിയത്തില്ല. അല്ല, കൊരങ്ങനെ കൊരങ്ങനെ വെടിവെച്ചത് വെടിവെച്ചറിയാം. അറിയാം, പക്ഷെ അത് അയാൾ കൊരങ്ങനെ പറയത്തില്ല വെടിവെച്ചറിയാം. പോലീസിനോട്. ഇല്ല. ആ അപ്പം അവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, അവിടെ കൊരങ്ങന്റെ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും അപ്പുപിള്ള ഡിസോറിയന്റഡ് ആവുന്നുണ്ട്. അവിടെ പുള്ളിയുടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ കിക്കിൻ ആവുമ്പം ഇതിവിടെ മാസ്ക് ആയി പോവാ. എനിക്കത് പുള്ളി ഓ ഭയങ്കര ഒരു അടിപൊളി ആക്ടർ ആണ് അല്ലേ. ഓ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, വേൾഡ് ക്ലാസ്. ഒരു രക്ഷയില്ല. പുള്ളി അവിടെ ഓഫീസിൽ ആ മറ്റേ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് പുള്ളി ഹി വെറ്റ്സ് ഹിംസെൽഫ്. അത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്റെ ദൈവമേ എന്തൊരു ദാരുണാവസ്ഥയല്ലേ എന്ന് ഞാനിങ്ങനെ നിഴൽക്കൽ ആലോചിക്കും. ആക്ച്വലി ആ റോള് വേണമെങ്കിൽ മമ്മൂട്ടിക്ക് ചെയ്യായിരുന്നു കേട്ടോ. വേണമെങ്കിൽ മമ്മൂട്ടിക്ക് ചെയ്യായിരുന്നു. വേണമെങ്കിൽ ഒരു ചെയ്യാമായിരുന്നു, പക്ഷെ ക്യാരക്ടറായിട്ട് പ്ലേ ചെയ്യായിരുന്നു. കുറച്ചുകൂടെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. പിന്നെ അത്ര Yeah. അല്ല, നിഴൽക്കൽ റിവ്യൂ ആയിട്ടുള്ള സീക്വൻസിലാണേലും അതുവരെ ഒരു പുള്ളി ഇങ്ങനെ ഇത് പേജ് നോക്കിയിട്ട് എന്തോ പഴയ ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ, പക്ഷെ ഓരോ പേജ് മറിച്ച് കഴിയുമ്പോഴത്തേക്ക് സംശയം വരുന്നു, മൊത്തത്തിൽ ഇൻക്രെഡിബിൾ. മാറുന്നു. ആ ഒരു ഞാൻ നമുക്ക് ശരിക്കും സീക്വൻസ് തിയേറ്ററിൽ തോന്നുന്നുണ്ട് ഇരുന്നപ്പോ creepy ആണെന്ന്. എനിക്കൊരു ആങ്സൈറ്റി അടിച്ചു ആ സീൻ അതെ കണ്ടപ്പോഴത്തേക്കും. അതെ അതെ, നമുക്ക് തോന്നുന്നു ആ ഡോക്ടർ ഇച്ചിരി ക്രീപ്പി ആണല്ലോ, ഇതേതായിരിക്കും. പക്ഷെ എന്താ പറയാ, അവിടെ ഈ നല്ല രീതിയിലാണ് അതിനെ ഹൈഡ് ചെയ്ത് എല്ലാം കൊണ്ടുവരുന്നത്. എല്ലാവർക്കും എന്തോ there was something to hide for everyone. സോ എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ
നിങ്ങൾക്ക് അല്ലേ ഇതിന്റെ അകത്ത് ക്യാരക്ടേഴ്സിനെ പറ്റി ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തെങ്കിൽ ഒന്നുകൂടി ചോദിക്കാം, എന്താണ് ക്യാരക്ടർ ഡ്രിവൺ ആയിട്ട് തോന്നിയത്? എനിക്ക് രണ്ടു അതിന്റെ പേർക്കും. എൻഡിങ് ഭയങ്കര ട്രാജിക് ആയിട്ടാണ് തോന്നിയത്. കാര്യം വിജയരാഘവൻ ഉം. ഇങ്ങനെ വീണ്ടും വീണ്ടും ഡിസ്കവർ ചെയ്ത് ലൂപ്പിലോട്ട് ആ ഒരു പെയിനിലൂടെ പൊക്കോണ്ടിരിക്കുന്നു. ആസിഫ് അലിക്ക് സത്യമൊക്കെ Yeah. അറിയാം, പക്ഷെ ഓരോ തവണ അച്ഛൻ ഇങ്ങനെ ഇത് പോകുന്ന ഒരു പെയിൻ ഒരു സൈഡില്, മകൻ Yeah. എവിടെയാണെന്ന് പോലും അറിയില്ല. അതിനിപ്പോ അച്ഛനോട് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേർക്ക് അത് ഓർമ്മയില്ല. അവർക്കുള്ളൊരു ആ ശിക്ഷ. കാരണം എന്താന്ന് പറഞ്ഞാൽ അവര് ജീവിക്കുന്ന കാലം എല്ലാം ഇതുമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ദേ ആർ എവറി ഡേ ലിവിങ് വിത്ത് ദിസ് ഹോൾ, എന്താ പറയുന്നത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ആസിഫ് അലി ഈസ് ഗോയിങ് ഓൺ എ ജേർണി വേർ സെർച്ചിങ് ഫോർ ഹിസ് സൺ ഈവൻ ദോ ഹി നോസ് ദാറ്റ് ഹിസ് സൺ ഇസ് ഓൾറെഡി ഡെഡ്. ആ അപ്പൊ വേറെ ആരുടെയോ കൊച്ചിന്, അത് അടുത്തത് വേറെ ആരുടെയോ കൊച്ചിന് മരിച്ചു കിടപ്പുണ്ടെന്നറിയാം, അത് പോയി കാണാൻ പോകുന്നു. ഈ മകന്റെ എന്താ പറയുന്നത് ലാസ്റ്റ് റൈറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോലും അവന്റെ ബോഡി എവിടെയാന്ന് അറിയില്ല. അച്ഛന്റെ അടുത്ത് ചോദിക്കാന്ന് വെച്ചാൽ അച്ഛൻ ഓർമ്മയില്ല. ഇനി ചോദിച്ചാലും ഓർമ്മയില്ല, അത് അതാണ് പുള്ളി ഇൻട്രസ്റ്റിംഗ്. അത് പുള്ളീനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഓർമ്മ കിട്ടുമായിരിക്കും, പക്ഷെ എന്നാലും ചോദിക്കാൻ പറ്റില്ല. കാര്യം അത് പുള്ളിക്ക് മറ്റൊരു പെയിൻ ഇൻഫ്ലിക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇതാണ്. പുള്ളി എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പുള്ളിക്ക് തന്നെ അറിയാവുന്ന ഏതെങ്കിലും ഒരു സീക്രട്ട് കോർണറിൽ അത് കാണില്ലേ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, കാണുമായിരിക്കും എന്ന്. എവിടെങ്കിലും, ചില അതായത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പുള്ളി എഴുതി ഇതാ വെക്കുന്നുണ്ട് പറഞ്ഞ പിറക്കി പിറക്കി. സംഭവം എന്താന്നറിയോ? സംഭവം എന്താന്ന് വെച്ചാല് അപ്പൂപ്പിള്ള ഇസ് ഹൈഡിങ് വേർ he buried his body. ഉം. Asif Ali was hiding what happened to his son. ഉം. So they both are basically hiding things from each other. അല്ല, ഞാൻ പറയുമായിരുന്നു ചിലപ്പോ അറിയാമായിരിക്കും, എങ്കിലും പുള്ളി മനഃപൂർവ്വം അറിയായിരിക്കും, പറയുമായിരിക്കും. obviously. ഓരോ അല്ല, അത് തവണ പുള്ളി പറഞ്ഞ ഡിസ്കവർ ചെയ്യുമ്പോ പുള്ളി അതും പറയുമ്പോ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഉണ്ടാവും. ഉണ്ട് അതെ, ഉണ്ട് അതെ. ഉണ്ട് ഞാൻ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. ഓർത്തേ, അതെന്തായാലും. ഈ പുള്ളി ഇനിയിപ്പോ കത്തിക്കുന്ന ആ സ്പോട്ടിലാണ് പുള്ളി ഓ കുഴിച്ചിട്ടിരുന്നെങ്കിൽ എന്ന് ഷിറ്റ്. ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു. എപ്പോഴും സെയിം സ്പോട്ടാണല്ലോ ചൂസ് ചെയ്യുന്നത്. അപ്പം മേ ബി അത് വേറെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപർണ ബാലമുരളിക്ക് ഒന്നും അറിയില്ലായിരുന്നു, പക്ഷെ പുള്ളിക്കാരി അത് അറിഞ്ഞു. ഇപ്പൊ ആസിഫ് അലിയുടെ ആ പെയിൻ പുള്ളിക്കാരിയും കൂടെ എടുത്തിരിക്കുക. അതെ അതെ. അപ്പൊ അതും ഈ ഒരു പ്ലേ അവിടെയും വേറൊരു സംഭവം ഉണ്ട്. പുള്ളിക്കാരി ഷീ പുട്ട് ഹെർ സെൽഫ് ഇൻ ദാറ്റ് പ്ലേസ്. അതാ പറഞ്ഞേ, പുള്ളിക്കാരി വന്നിട്ട് പുള്ളിക്കാരി സ്വയം കണ്ടുപിടിച്ച് വന്നതാണ് ഒരു കാര്യം. അല്ല, അത് എനിക്ക് അതിന്റെ അകത്ത് ആവശ്യമില്ലായിരുന്നു, മര്യാദയ്ക്ക് ജീവിച്ചാൽ ഇല്ല. മതിയായിരുന്നു. അല്ല, എനിക്ക് ആക്ച്വലി തോന്നി എന്താണെന്നറിയോ, പുള്ളിക്കാരി അത് ചെയ്തെങ്കിലും എനിക്ക് ഇതിന്റെ അകത്ത് റിലേഷൻഷിപ്സ് എഴുതിയിരിക്കുന്നത് ഭയങ്കര മെച്ചോർഡ് ആയിട്ടാണ്. ലൈക്ക് ദ ടിപ്പിക്കൽ ഹസ്ബൻഡ്, സിനിമയെ കാണിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള ക്ലീശിയ സംഭവങ്ങളൊന്നുമില്ല. ദിസ് ഇസ് ഹാൻഡിൽ ഇൻ എ വെരി മെച്ചോർഡ് അണ്ടർസ്റ്റാൻഡിങ് വേ. അല്ല, ഒരു അതൊരു രണ്ടനമ്മയാണെങ്കിലും ഒരിക്കലും ആ കണ്ടിട്ടില്ലാത്ത ഒരു ആ പയ്യനോ അതെ. സ്വന്തം മോനായിട്ടുള്ള ഒരു കണക്ഷൻ പുള്ളിക്കാരിക്ക് ഫീൽ ചെയ്യുന്നു, അങ്ങനെ ആ അന്വേഷിക്കുന്നു. അതെ, അവര് ഭയങ്കര ഒരു അണ്ടർസ്റ്റാൻഡിങ്. ദേ ടോക്ക് ലൈക്ക് വെരി മെച്ചോർഡ് പീപ്പിൾ. അതിന്റെ അകത്ത് കോൺവെർസേഷൻ ആണെങ്കിലും ഇപ്പൊ ഫാദർ സൺ റിലേഷൻഷിപ്പ് ഇച്ചിരി പ്രോബ്ലമാറ്റിക് ആണെങ്കിലും ഹി സ്റ്റിൽ ട്രീറ്റ്സ് ഹിസ് ഫാദർ, അണ്ടർസ്റ്റാൻഡിങ് ഹിസ് സിറ്റുവേഷൻ. അത് ട്രീറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും അപ്പനോട് സംസാരിക്കുന്ന രീതിയാണെങ്കിലും എല്ലാം എന്താ പറയുന്നത്, ഇറ്റ്സ് വെരി, ഒട്ടും അങ്ങ് ടിപ്പിക്കൽ സിനിമാറ്റിക് രീതിയിൽ എന്നെ ട്രീറ്റ് ചെയ്തില്ല. ആ സിനിമാറ്റിക് ലിബർട്ടി യൂസ് ചെയ്ത് ഭയങ്കര ക്ലീശയായിട്ട് ക്രിഞ്ചാക്കി, വേണമെങ്കിൽ കുറെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്ന സീനൊക്കെ ആവശ്യമില്ലാതെ പുഷ് ചെയ്ത് കയറ്റുമല്ലോ ചില സിനിമയിൽ. അതൊന്നും ഇല്ലായിരുന്നു. ഇറ്റ് വാസ് വെരി സട്ടിൽ. യുനോ ആ ഇവര് തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് അപർണ ബാലമുരളി കുറെ കാര്യങ്ങൾ പിടിച്ചെടുക്കുന്നു. ആസിഫ് അലി അവന്റെ മോനെ പറ്റി സംസാരിക്കുമ്പോഴും അവരുടെ കോൺവെർസേഷൻ, ലൈക്ക് ഇപ്പം പുള്ളി ഏതോ ഒരു മറ്റേ എന്തോ ഹ്യൂമൻ റിസോഴ്സ് ആരോണ്ടോട് സംസാരിക്കുമല്ലോ ഈ കൊച്ചിനെ തപ്പിപ്പിടിക്കുന്ന എന്തോ സോഷ്യൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ. വർക്ക്. സോഷ്യൽ വർക്കറിന്റെ അടുത്ത് അത് സംസാരിക്കുമ്പോ പുള്ളിക്കാരി അവിടെ ഇരുന്ന് കേൾക്കുന്നതും കോൺവെർസേഷന്റെ നടുക്ക് വരുന്നതും എല്ലാം ഇറ്റ്സ് ഇൻ എ വെരി സട്ടിൽ, വെരി എന്താ പറയുന്നത്, ഭയങ്കര ബ്ലെൻഡ് ആവുന്നുണ്ട് ആ സിനിമയുടെ സ്ക്രീൻ പ്ലേയിൽ അതെല്ലാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പേര് കിഷ്കിന്ദകാണ്ഡം എന്നുള്ള പേര്, ഐ മീൻ, അതും ഈ ഒരു ഫിലിമുമായിട്ട് അത് എന്തുമാത്രം ഈ ഫിലിമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം 3 വൈസ് monkeys എന്നുള്ളതല്ലേ മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നത്? അതാണോ, അല്ല അതാണോ ഉദ്ദേശിച്ചത്, എനിക്കറിയില്ല. കിഷ്കിന്ധാകാന്ഡം രാമായണത്തിലെ ഒരു ചാപ്റ്റർ ആണ്. ഈ ബാലി സുഗ്രീവൻ ഒക്കെ വരുന്ന സ്ഥലമാണല്ലോ കിഷ്കിന്ധ. അവര് കിഷ്കിന്ധ എഴുതിയെന്നുള്ള, അപ്പൊ അതിന്റെ പിന്നെ കൊരങ്ങൻ ചുറ്റിനും കറങ്ങി കൊരങ്ങന്മാരുമായിട്ട് നടക്കുന്നു. റിലേറ്റഡ് ആയിട്ടാണ് ആ ഒരു
ഇത് വെച്ച് കിഷ്കിന്ധ ഇവര് ശരിക്കും 3 വൈസ് മങ്കീസ് അല്ലേ? സ്പീക്ക് നോ ഈവിൾ, സീ നോ ഈവിൾ, ഹിയർ അതെ നോ ഈവിൾ എന്നുള്ള രണ്ടുപേരും അതാ, മൂന്നുപേരും അതാ ചെയ്തത് ബേസിക്കലി. സോ അതെ ഈ മൂന്ന് ക്യാരക്ടേഴ്സും 3 വൈസ് മങ്കീസ് ആണ്. സോ അപ്പം ദാറ്റ്സ് എ ബ്രില്യന്റ് പീസ് ഓഫ് റൈറ്റിംഗ്, ടു ബി വെരി ഓണസ്റ്റ്. പിന്നെ പേര് കേൾക്കുമ്പോഴും ഒരു ഇൻട്രീഗിങ്ങും ആണ്, പക്ഷെ അത് പടമായിട്ട് ബന്ധമുണ്ടോന്ന് വെച്ച് ബന്ധം കഴിഞ്ഞാൽ ഉണ്ട്. ഉം. ഉം. പിന്നെ ഒന്ന് കൊരങ്ങൻ എന്നാൽ ദേ, ഡയറക്റ്റ് ബന്ധം ഉണ്ടോന്ന് ചോദിച്ചാ അങ്ങനെ പറയാനും പറ്റത്തില്ല. അതൊരു 3 എനിക്കൊരു കൊരങ്ങന്മാരുടെ കഥയാണല്ലോ. അപ്പൊ ആ, കിഷ്കിന്ധയിലെ ഒരു ഇതുപോലെ ഇവരുടെ കിഷ്കിന്ധയാണ് ഇത് എന്ന് വേണമെങ്കിൽ ഡിക്കോഡ് പറയാം. ചെയ്തെടുക്കാം. അതെ. So, അത് ആസിഫ് എനിക്ക് അലിയുടെ കരിയറിലെ ഏറ്റവും ഗ്രോസിംഗ് പടമായിരുന്നു കേട്ടോ. ഏറ്റവും ഹയസ്റ്റ് uh, ഗ്രോസിംഗ് uh, പടമായിരുന്നു. I have പുള്ളി to ലീഡിൽ വന്നത്. say I have to say this, there were moments that I was thinking ഈ മനുഷ്യൻ എങ്ങനെ എന്ത് കിടിലമായിട്ട് അഭിനയിക്കുന്നത്, and still people call him a bad actor എന്നുള്ളത്. I can't understand it. പുള്ളിയുടെ ചോയ്സസ് ഭയങ്കര പന്നലാണ് ചില Yeah, പടങ്ങളിൽ. obviously. പക്ഷെ Yeah, പുള്ളി ഒരു നല്ല but ആക്ടറാണ്. ജസ്റ്റ് ഇമാജിൻ, I'll be very honest, കെട്ടിയോളാണന്റെ മാലാഖയ്ക്ക് ശേഷം പുള്ളി ഇങ്ങോട്ട് അഭിനയിച്ച ഒരു പടത്തിലും പുള്ളിയുടെ അഭിനയം മോശമായിട്ടില്ല. The movies might have been bad, but his acting, like, അതിന്റെ അകത്ത് സിനിമ തുടങ്ങി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു സീനിന്റെ അകത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വരും അബൌട്ട് മറ്റേ തോക്ക് സറണ്ടർ ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അപ്പൊ ഈ കോള് വരുമ്പോ തന്നെ പുള്ളിയുടെ നെഞ്ചിടിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ കുഞ്ഞു ന്യൂവൻസാ, പക്ഷെ പുള്ളിയുടെ ടെൻഷൻ നമുക്ക് പെട്ടെന്ന് മുഖത്ത് ഫീൽ ചെയ്യും. And the amount of anxiety that he goes through when he has to take his wife to the hospital and he has to come back to his dead son. അപ്പൊ പുള്ളി കരയുന്നതും പുള്ളി ബ്രേക്ക് ഇല്ലാണ്ടായി. ഹി ലോസ്റ്റ് ഹിസ് വേൾഡ് ഒരു ചെറിയൊരു കുഞ്ഞു കാര്യത്തിന്റെ പുറത്ത്. അതായത് ആ കൊച്ചിന് തോക്ക് ഉപയോഗിക്കാൻ അറിയാം. ആ കൊച്ചും അമ്മയും തമ്മിലുള്ള ആ പിടിവലിക്കകത്ത് ലൈക്ക് അവിടെ ഒരു ആക്സിഡന്റ് സംഭവിക്കും. എനിക്ക് വേറൊരു കാര്യം ഞാൻ ഓർത്തു. പുള്ളി പറയുന്നുണ്ടല്ലോ സേഫ്റ്റി ഇതൊക്കെ പയ്യൻ ആ തെറ്റാണ്. അത് ഉം, ഈ അങ്ങേരുടെ മെമ്മറി ആയിട്ട് കണക്ട് ചെയ്ത് ഞാൻ ഓർത്തു. പുള്ളി ഇനി ഉം. എങ്ങാനും അത് അങ്ങനെ അൺലോക്ക് ചെയ്ത് വെച്ചതാണോ, അത് ഈ പയ്യൻ ആയിരിക്കാം എടുത്തതാവാനും വഴിയുണ്ടല്ലോ. ആയിരിക്കാം പുള്ളിയുടെ ആയിരിക്കാം അസുഖത്തിന്റെ ഇത് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പൊ ഞാൻ തെറ്റ് ഉം. ചെയ്തോണ്ടല്ല, ഇവൻ അത് അൺലോക്ക് ചെയ്യാൻ ആയിരിക്കാം. അറിയാം എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട് ഞാനത് ഇങ്ങനെ ഞാൻ ഫീൽ ചെയ്തു. കണ്ടോണ്ടിരുന്നപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇവൻ ഇനി ശരിക്കും അൺലോക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഇവൻ എന്തൊരു ചെറുക്കനായിരിക്കും ഞാനിങ്ങനെ ആലോചിച്ചത് കണ്ടോണ്ടിരുന്നപ്പോ. എന്റെ ദൈവമേ, അത് വേറൊരു പിള്ളേരെ ഡീറ്റെയിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? പോലീസ് ഒരു കോൺസ്റ്റബിൾ പറയുന്നുണ്ടായിരുന്നു ഇതിനു മുന്നേ ഈ പയ്യൻ അവന്റെ ആ പയ്യൻ ഇറങ്ങി ഓടുകയൊക്കെ എവിടെയൊക്കെ പോകുമായിരുന്നു. പിന്നെ ആ ഉണ്ടായിരുന്നു. ആ ആ ആസിഫ് അലിയുടെ ക്യാരക്ടർ ഇങ്ങനെ എന്തോ വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള നറേഷൻ സ്ഥിരം കൊടുക്കുമായിരുന്നു. ആ ആ കഥ അത്ര കുറച്ച് സിനിമാ കഥയായിട്ടാ പറയുന്നത്. അപ്പം ആസിഫ് അലിയുടെ ക്യാരക്ടറിന്റെ അകത്ത് ഒരു മിസ്റ്ററി ഉണ്ട്. എവ്രി വൺ ലീവ്സ് കുഞ്ഞു കുഞ്ഞു ബ്രെഡ് ക്രംസ്. ആ പടം എൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് എല്ലാ ആൻസറും ഒന്നും തരുന്നില്ല. they are just saying that we have to live with certain things. ഇപ്പം ദൃശ്യം നമ്മൾ കണ്ടപ്പം മനസ്സിലാക്കിയത്, ദൃശ്യം 2-ന്റെ കാര്യം നമ്മൾ ഇതിനു മുന്നേ സംസാരിച്ചപ്പം അതിന്റെ അകത്ത് ജോർജ് കുട്ടിയുടെ ഏറ്റവും വലിയ പുള്ളിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് പുള്ളി ഇത് വെച്ച് അങ്ങ് ജീവിക്കുക. ഇത് വെച്ച് ഇനി അടുത്തത് എന്ത് വരും, അടുത്തതിന് എന്ത് വരും, അടുത്ത എന്ത് വരും എന്നുള്ള ഈ ഒരു സ്ഥിരം ഇത് വെച്ചാ പുള്ളി ജീവിക്കുന്നത്. അത് തന്നെയല്ലേ ഏറ്റവും വലിയ ശിക്ഷ. സോ എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് ഇവര് ചെയ്തതിന്റെ കർമ്മ എന്ന് പറയുന്നതിനേക്കാൾ ദേ ആർ ലിവിങ് വിത്ത് ദ ഗ്രീഫ് ആൻഡ് അത് പുറത്തും പറയാൻ പറ്റുന്നില്ല. അതും അതിന്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താ പറയുക, തലയ്ക്ക് സുഖമില്ലാത്ത ഒരാൾക്ക് ഗണ്ണ് അലോ ചെയ്തു എന്ന് പറഞ്ഞ് പോലീസിനും അത് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. പോലീസുകാർ അവിടെ ലോക്കായി. അത് അടിപൊളിയായിരുന്നു. കാരണം പോലീസുകാർ നോക്കുമ്പോ എന്താ പറയാ, അവരിപ്പോ ഈ കേസ് അന്വേഷിച്ചു പോയി അപ്പുപിള്ളയുടെ തോക്കുണ്ടായിരുന്നു അത് അവസാനം പോലീസിന്റെ പുറത്ത് തന്നെ ഫോൾട്ടും വരത്തുള്ളൂ. അപ്പൊ അവരോട് എൻക്വയറി വരുമ്പോ അവരോട് ചോദിക്കും കൊടുത്തു എന്നുള്ളത്. സോ എനിക്ക് തോന്നുന്നു അപ്പുപിള്ളയ്ക്ക് അങ്ങനെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതും കൊണ്ട് അത് അവിടെ ഉപയോഗപ്പെട്ടു ആ സീൻ വന്ന സമയത്ത്. സോ എനിക്ക്
എനിക്ക് ഈ പടം കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ വേറൊരു പടം, അത് മെമെന്റോ ആണ് ഞാൻ ഉദ്ദേശിച്ച പടം. അപ്പം ആ ഓക്കെ. മെമ്മറി വിജയരാഘവന്റെയും മറ്റേ ഗൈ പിയേഴ്സിന്റെയും ഫെയ്റ്റ് ഒരുപോലെ തന്നെയാണ്. കാര്യം അവർ രണ്ടുപേരെ അവരെന്താണോ കണ്ടുപിടിക്കാൻ പോകുന്നത് അതിൽ എത്തുന്നുണ്ട്. പക്ഷെ കൺക്ലൂഷനിൽ എത്തുമ്പം അത് പോരാ, അവര് വീണ്ടും തിരിച്ച് പൂപ്പിള്ളയുടെ അതന്നെ. ഷർട്ട്ലെസ് മൂമെന്റ്സ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ. അല്ലെങ്കിൽ അവിടെ എഴുതുന്നത് ചച്ചു വാസ് മിസ്സിംഗ് എന്നൊക്കെ പറഞ്ഞു നെഞ്ചിലൊക്കെ. അല്ല, അതൊക്കെ അവര് രണ്ടുപേരും കാണുമായിരുന്നെങ്കിൽ. അതല്ലേ കാര്യം. അതെ മറ്റേ മെമെന്റോയില് ഇവന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഓൾറെഡി അവന്റെ വൈഫിന്റെ കില്ലറൊക്കെ കണ്ടുപിടിച്ചു കൊല്ലുകയൊക്കെ ചെയ്തു. പക്ഷെ പുള്ളിക്ക് അപ്പൊ പിന്നെ പേർപ്പസ് ഇല്ലാത്തതുകൊണ്ട് പുള്ളി ചെയ്യുന്നു. അപ്പൊ പിള്ളേരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടെത്തുന്ന ആൻസർ ഭയങ്കര പെയിൻഫുൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി അത് വേറൊരു കാര്യം ആലോചിച്ച് ഇപ്പം ഇനിയിപ്പോ ആസിഫ് അലിക്ക് ഇപ്പൊ പോലീസുകാർക്ക് ഇത് ആ, ആ, ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല, അല്ലെങ്കിൽ ആ പയ്യന്റെ ബോഡി കണ്ടുപിടിച്ചു എന്ന് വെച്ചു, കണ്ടുപിടിച്ചാലും ഇവർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നൊന്നുമില്ല. ആ ഒരു പെയിനിലൂടെ തന്നെ വീണ്ടും ഇവര് കടന്നു പോവുകയും വേണം. ഒരു സൊല്യൂഷൻ ഇല്ല ഇവരുടെ പ്രശ്നത്തിന്. ആസിഫ് അലി കൂടുതൽ ആക്ച്വലി പെയിൻഫുൾ പോലീസ് ആവുന്നേ ഉള്ളൂ. ആ, ആസിഫ് അലി ആക്ച്വലി പോലീസുകാരെ വേറൊരു രീതിയിൽ ലോക്ക് ചെയ്യുന്നുണ്ട്. അത് പുള്ളി അത് കിടില സീൻ. ഇപ്പൊ ഈ ആ, വിജയരാഘവന്റെ ക്യാരക്ടർ ഒരു ഒരു പെർട്ടിക്കുലർ ഫോർമുലയിലാണ് ജീവിക്കുന്നത്. അതായത് പോകുന്നു, അന്വേഷിക്കുന്നു, ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്നടുത്ത് വെച്ചിട്ടുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങള്. ചില സമയത്ത് പുള്ളിക്ക് മറ്റേ വഴി ഓർമ്മയില്ലാത്തോണ്ടാണ് പുള്ളിയുടെ മോനെ വിളിച്ചു വരുത്തി മറ്റേ കാറ് കേടായി അതെന്നൊക്കെ പറഞ്ഞ് ആ, പോകുന്നത്. ഒരു അപ്പം തവണ ബസ്സിന്റെ പുറകെ ആ പോകുന്നുണ്ട്. അതെ അതെ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാല് പുള്ളിയുടെ ടൈം ടേബിൾ തെറ്റിയപ്പോഴത്തേക്കും ഹി ഗോട്ട് കംപ്ലീറ്റ്ലി ഡിസോറിയന്റഡ്. ഉം. അപ്പം അപ്പൊ പോലീസുകാരോട് കറക്റ്റ് ആ സമയത്ത് ഡോക്ടറിനെ കൊണ്ടുവന്ന് സംസാരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് നമ്മള് പുള്ളിയെടുത്ത് നോർമൽ രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ പുള്ളിയുടെ അകത്തുനിന്ന് ഒന്നും കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ അവിടെ ഉം. ട്രാപ്പായി. ആ, അതെ. അപ്പൊ അപ്പൊ പുള്ളി ഉള്ളിലേക്ക് വലിഞ്ഞു. പുള്ളി കംപ്ലീറ്റ്ലി ഉള്ളിലേക്ക് വലിഞ്ഞു. അത് എനിക്കൊന്ന് ആ ഒരു എല്ലാരും ലോക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും. പോലീസുകാരും ലോക്ക്, ആസിഫ് അലി ലോക്ക്. കാരണം ദേ ഓൾ ആർ ലിവിങ് വിത്ത് അൺസോൾവ്ഡ് തിങ്സ് ഇൻ ദയർ ഹെഡ്. ആ. സോ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ബ്രില്യന്റ് പീസ് ഓഫ് റൈറ്റിംഗ് ഐ ഫീൽ. മറ്റേ തോക്ക് ആരുടെ ആയിരുന്നായിരിക്കും? അത് കുരങ്ങന്റെ തോക്ക്. കൊരങ്ങന്റെ തോക്ക്. മാവോയിസ്റ്റ് അറിയത്തില്ല. എന്താ നക്സലൈറ്റ്സോ ആരെണ്ണം ഉണ്ടല്ലോ അതിന്റെ അകത്ത് അല്ലേ? അത് അവര് പോസിബിലിറ്റി പറയുന്നില്ലേ. കുഡ് ബി ഫേക്ക് ഓൾസോ. ഒരു ഫേക്ക് തോക്കും ആവാം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് അത് പ്രൂവ് ചെയ്യുന്നിടം വരെ അതൊരു പബ്ലിക് ത്രെട്ട് ആണെന്ന് ആ നിഷാന്റെ ക്യാരക്ടർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇത് പബ്ലിക് ത്രെട്ട് ഇത് പബ്ലിക് ത്രെട്ട് കാര്യം ആണെന്ന് ഇലക്ഷനും പറയുന്നുണ്ട്. നടക്കുന്നുണ്ട്. അപ്പൊ അത് ആ, ക്യാൻസൽ ആവാനുള്ള സാധ്യതകളും ഉണ്ട് ഇങ്ങനെ ഒരു ഫയർ ആം ഒക്കെ കിട്ടുമ്പോഴത്തേക്ക്. അത് അതൊക്കെ നല്ല നല്ല ഡീറ്റെയിൽസ് ആണ്. ഡീറ്റെയിലിംഗ് ആയിരുന്നു. അത് എവിടെയും അവര് ഒരു ലൂപ്പ് ഹോൾ ഡിഡ് നോട്ട് ഗെറ്റ് ക്യാരിഡ് അവേ ബൈ എനിത്തിങ്. ഇപ്പം ഈ ഈ പറയുന്ന സുമൻ ചേട്ടൻ എന്ന് പറഞ്ഞ ജഗദീഷിന്റെ ക്യാരക്ടർ ആണെങ്കിലും പുള്ളി ഒരു നെക്സലൈറ്റ് ആയിരുന്നു. ഉം. അപ്പൊ അതും കൊണ്ടുവന്നപ്പോഴത്തേക്കും കൂടുതൽ കൂടുതൽ മിസ്റ്റീരിയസ് ആയിട്ട് തോന്നി. അഗൈൻ ദാറ്റ് മാൻ ഇസ് ഓൾസോ ലിവിങ് വിത്ത് എന്താ പറയുന്ന ഒരു സിന്നിന്റെ ഔട്ട്കം വെച്ചാണ് ആ പുള്ളിയും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി നെക്സലേറ്റ് ആയിരുന്നു പണ്ട്. പിന്നെ പുള്ളി സാധാരണ രീതിയിൽ ഈ പറയുന്ന പോലീസുകാർക്കും വാറ്റുണ്ടാക്കി ഫോറസ്റ്റിലെ വാച്ചറായിട്ട് ജീവിച്ചിട്ടും അവിടെ എന്ത് സംഭവിച്ചാലും അവസാനം പുള്ളിയുടെ തലയ്ക്ക് തന്നെയാണ്. അതെ. എല്ലാരും അക്യൂസ് ചെയ്യുന്നത് ചിലപ്പോ സുമൻ ചേട്ടന് ഈ അച്ഛനുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് അധികം പോകണ്ട, അങ്ങനത്തെ ഒരു ടോക്ക് എല്ലാം വരുന്നുണ്ട്. അപ്പം ദാറ്റ് മാൻ ഇസ് ഓൾസോ ആക്ച്വലി ലിവിങ് വിത്ത് സംതിങ് ദാറ്റ് ബിക്കോസ് ഓഫ് സംതിങ് ദാറ്റ് ഹി ഡിഡ് ഇൻ ദ പാസ്റ്റ്. എല്ലാരും എന്തൊക്കെയോ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അതിന്റെ അകത്ത്. അതാണ് അതെ. എനിക്ക് അങ്ങനെ സത്യം ഒരു പറഞ്ഞ ഫീലിംഗ് കിട്ടിയത്. സത്യം പറഞ്ഞ അപർണ ആണെങ്കിൽ അങ്ങനെയാണല്ലോ. ഇവനെ കെട്ടിയതോടെ അതെ അതെ അതെ. പുള്ളിക്കാരി ഈസ് ഓൾസോ ബീങ് പണിഷ്ഡ് ഇൻ എ വേ അല്ലേ? നോക്കായ ഗൈസ് അങ്ങനെ പക്ഷെ അത് സ്വയം ചോദിച്ച് വാങ്ങിയതാണ്. ചോദിച്ചു വാങ്ങിയതാണ്. മേടിച്ചതാ. താന്ന് പറഞ്ഞ് മേടിച്ചതാ. ആഹ്. അവിടെ മര്യാദക്ക് ഇരുന്നാ മതി. അച്ഛനെന്തോ കുഴപ്പമുണ്ട്, പുള്ളിക്ക് ഓർമ്മ പ്രശ്നമുണ്ട്, അങ്ങനെ അങ്ങ് വിട്ടാ മതിയായിരുന്നു. പക്ഷെ അത് പോരാ അതെ, അവർക്ക്. അത് ഇവിടെ ലൈക്ക് ദൃശ്യത്തിന്റെ അകത്ത് അത് ജോർജ് കുട്ടിയുടെ ക്യാരക്ടറിന്റെ ഒരു ബ്രില്യൻസ് അതല്ലേ. പുള്ളി എല്ലാം ഉള്ളിൽ ഒതുക്കി ഒതുക്കി ഇന്റേണലൈസ് ചെയ്ത് വെച്ച്. കാരണം പുള്ളി പറയുന്നത് ചില സത്യങ്ങൾ നിങ്ങൾ അറിയാതിരിക്കുന്നത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ബെറ്റർ. അതെ അതെ. അപ്പൊ ഭയങ്കര കിഡിലെ ഒരു ലൈനായിരുന്നു.
അപ്രിയ സത്യങ്ങൾ പറയരുതെന്ന് നമ്മുടെ ജഗതിച്ചേട്ടൻ ആ പറഞ്ഞിട്ടുണ്ട്. അതാണ് അപ്രേ സത്യം പറയുന്നത്. ഞാൻ മരിക്കുമ്പോ മണ്ണിൽ അലിഞ്ഞു ചേരുമെന്നൊക്കെ പറയുന്ന പോലെ. അതെ. പക്ഷെ ഇതിന്റെ അകത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും എന്തൊക്കെയോ അറിയാം, പക്ഷെ എല്ലാവർക്കും എല്ലാം അറിയത്തില്ല. എല്ലാം അറിയില്ല. സോ പിന്നെ മേക്കിംഗ് വൈസ് ഒക്കെ ആണെങ്കിലും ക്യാമറ വർക്കും ഡയറക്ഷനും എല്ലാം ഭയങ്കര ഓൺ പോയിന്റ് ആയിരുന്നു. ഓ ഇത് നമുക്കൊന്നും കുറ്റം പറയാനില്ല. ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ എന്റെ ഉം. കൂടെ പടം കാണാൻ വന്ന കുറച്ച് 2-3 പേരായിട്ട് ഞങ്ങൾ പോയി കണ്ടത്. അപ്പം ഉം. അതിന്റെ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇതിനകത്തിലെ സാധാരണ എല്ലാവർക്കും പ്രശ്നം നൈറ്റ് ടൈമിലുള്ള എന്താണ് ഉം. ക്യാമറ ഉം. വർക്ക്സ് ആണ്. പക്ഷെ ഇതിനകത്തില് ഉം. ഉം. മോർണിംഗ് ടൈമിലെ ക്യാമറ ലൈറ്റിങ് ഭയങ്കര ഉം. ആർട്ടിഫിഷ്യൽ ലൈറ്റ് അടിക്കുന്ന പോലെ തോന്നി എന്ന് പറഞ്ഞ ഒരു ഓ ആണോ? കേട്ടാ. എപ്പോഴും ഇല്ല, അവിടെ ഉം. ആയിട്ട് ഭയങ്കര നാച്ചുറൽ അല്ലാത്ത വെളിച്ചം അടിക്കുന്നത് പോലെ തോന്നി എന്ന് പറയുന്നത്. ക്യാമറയാണ് ലൈറ്റിംഗ്, ഇതിന്റെ ടെക്നിക്കൽ സൈഡിന്റെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ ഓർത്തത്. ലൈറ്റിങ്. ആ ഓക്കെ. അവിടെ ആയിട്ട് ഇങ്ങനെ ഒരു അത്ര നാച്ചുറൽ അല്ലാത്ത രീതിയിൽ അതായത് അവര് ക്യാരക്ടേഴ്സിന്റെ നൈറ്റ് എടുത്ത് ഡേ ഫേസിലേക്ക്. ആക്കിയത് പോലത്തെ വല്ല ഫീലിംഗ് ആണ്. അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. ക്യാരക്ടേഴ്സിന്റെ ഫേസിലോട്ട് ഈ നാച്ചുറൽ ലൈറ്റ് അല്ലാത്ത ലൈറ്റ് അടിക്കുന്ന പോലെ തോന്നി, എക്സ്പോഷർ തോന്നിയ പോലെ. ആ, ഓക്കെ ഓക്കെ. അത് സൈനസ് ആയിട്ടേ ഉള്ളൂ, അബ്ദുള്ളക്കകത്ത് മറ്റേ ത്രൂഔട്ട് ഇല്ല. സീനില്ലേ? സൈനസ് അബ്ദുള്ളക്കകത്ത് മറ്റേ സീനില്ലേ? നെടുമുടി വേണും മോഹൻലാലും കൂടെ രാത്രിയാന്ന് പറഞ്ഞിട്ട് പകരം സംസാരിക്കുന്നത്. ക്ലിഫിന്റെ മണ്ടയ്ക്കാണ്. അതാണ് ക്ലിപ്പിന്റെ ഉണ്ടെങ്കിൽ വേറെ ഏതോ പടത്തിൽ ഇതുപോലെ തന്നെ ഉണ്ട്. അങ്ങനെ കുറെ പുറത്ത് പടത്തിലുണ്ടോ? പുറത്ത് അതായത് ഒരു രാത്രി ഇതാണ്, പക്ഷെ പുറത്ത് പകലാണെന്നുള്ള മുറിക്കകത്താ ഇരിക്കുന്നേ, കഥയും ജനലൊക്കെ അടച്ചിട്ടുണ്ട്. പക്ഷെ താന്തോന്നിക്കകത്തൊക്കെ ഉണ്ട്. പുറത്ത് പകലാണെന്ന് നമുക്ക് ആ ഇതിന്റെ അകത്തൂടെ കാണാം. അതൊക്കെ അതൊക്കെ ഷാജി ഇരുട്ടായിരുന്നൊക്കെ അവര് കൈൽസ് പറയുമ്പോഴാണ് നമ്മള് ഷാജി കൈലാസ്. ഷാജിയേട്ടൻ മറ്റേ ഇതിന്റെ അകത്ത് കടുവയ്ക്കകത്ത് ലൈറ്റ് കൊണ്ടൊരു കളിയുണ്ട്. ലൈറ്റ് അയ്യോ ഓ, കഴിഞ്ഞ ദിവസം കൂടെ അത് ഒരു കണ്ടായിരുന്നു. നീല വെളിച്ചം ഇങ്ങനെ ഇങ്ങനെ അല്ല, കടുവയ്ക്കകത്ത് glare ഞാൻ അടിക്കും. വിവേക് ഒബ്രോയുടെ സൈഡാണ്. ഐ എം റിയലി സോറി അബൌട്ട് ഇറ്റ്. കാരണം അതിന്റെ ഞാൻ അകത്ത് കുറുവാച്ചൻ വന്ന് കുറുവാച്ചൻ ആവശ്യമില്ലാത്ത വന്ന് എന്റെ കാര്യത്തേക്ക് വൃത്തിക്ക് എന്തിനാ ആവശ്യമില്ലാത്ത ഡയലോഗ് പറഞ്ഞു. അടങ്ങിയിരുന്നവന്റെ എന്താ അണ്ണാക്കി കയറ്റി ചൊറിയുന്ന അതേ പരിപാടി. സാധനം ഞാൻ വേറെ ഏതോ പടത്തിൽ ഞാൻ റീസെന്റ് കണ്ട ഒരെണ്ണത്തിന്റെ കൺസ്ട്രക്റ്റഡ് അകത്തുണ്ട്. കെയോസ് ഇതിന്റെ ആയിരുന്നു. ആവശ്യമില്ല, ഒരു ബഗീരക്കകത്ത് പരിപാടിയില്ല. ഭഗീരഥത്തോ? ബഗീർ ബഗീര ആ കണ്ടില്ല. ബഗീരക്കകത്ത് ഒരു ക്യാരക്ടറിന്റെ ഒരു പോലീസുകാരനുണ്ട്. പുള്ളിയുടെ മോൻ ഇങ്ങനെ ഇതുപോലെ എന്താ പറയുന്നത്, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു പയ്യന്. അപ്പൊ പുള്ളി പറയുന്നത് എനിക്ക് ബഗീരനെ പോലെ, അതായത് ആ നായകനുണ്ടല്ലോ, നായകനെ പോലെ ഒരു ഒരു മകനെ ദൈവം തന്നില്ല, ഇങ്ങനത്തെ ഒരു മകനെയാണ് തന്നത്. അതെന്തോ പുള്ളി ചെയ്ത എന്തോ പാവത്തിന്റെ ഓ, ഫലമായിട്ടാണെന്നുള്ള രീതിയിലൊരു. അപ്പൊ ഞാൻ കടുവേനെ ഒന്ന് സ്മരിച്ചായിരുന്നു. അല്ല, അത് വല്ല കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ വല്ലതും പറയുന്നതാണ്. എനിക്കറിയാൻ വയ്യ, ഇത് എപ്പോ തൊട്ടാ ഇത് ആയിരിക്കാം. ഇങ്ങനെയൊക്കെ ആയത്. അത് എനിക്കറിയത്തില്ല. ബ്ലാക്കിന്റെ അകത്ത് പറയുന്നുണ്ടല്ലോ. ഓ, ആണോ? ആ, ബ്ലാക്കിന്റെ അതായത് അകത്ത് മമ്മൂട്ടി പറയുന്നുണ്ട്, നമ്മൾ ചെയ്ത പാവത്തിന് കണ്ണും സോറി സംസാരവും ചെവി കേൾക്കാൻ പറ്റത്തില്ലാത്ത മോളായിട്ട് എനിക്കും തളർന്നു നടക്കുന്ന മോനും ഭാര്യയും നിങ്ങൾക്കും കിട്ടി, പടവീടാന്ന് പറയുന്നുണ്ട് അവസാനം. ഉണ്ട്. അത് ബൈബിളിന്റെ അകത്തും ഇപ്പം കാരണവന്മാര് ചെയ്തതിന്റെ ഇത് കിട്ടുന്നത് മക്കൾക്കുള്ള ആ ഒരു ഇത് നമ്മുടെ ഇതിലും ഉണ്ടല്ലോ, നമ്മുടെ അതൊരു കൾച്ചറിലും ക്രിസ്ത്യൻ ഉണ്ടല്ലോ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ രീതി. പറയുന്ന സാധനമാണോ അപ്പം? ക്രിസ്ത്യൻ കോണ്ടെക്സ്റ്റിലും ഉണ്ട്. പൊതുവെ കോണ്ടെക്സ്റ്റ് നമ്മുടെ സമൂഹത്തില് മാത്രമല്ല. പൊതുവെ ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഐ മീൻ ചിലതൊക്കെ ചിലത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ വെരി ചില വീടുകളിൽ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. നമുക്കത് ചിലപ്പോ അതുകൊണ്ടാണെന്ന് നമുക്ക് പറയുമ്പോഴത്തേക്കും വി ആർ നോട്ട് റിയലി ലുക്കിംഗ് ഡൗൺ ഓൺ ദം, ബട്ട് അത് ഈ കർമ്മ ഇസ് എ ബിച്ച് പറയുന്ന പോലത്തെ അവസ്ഥ വല്ലതും ആണോ? ഇതെന്താണിത്? അത് ആണെന്ന് കുഡ് വേണമെങ്കിൽ ബി പറയാം. പക്ഷെ കുഡ് ബി എന്താ കുഡ് ബി പറയുന്നേ, ഒരു ജനറേഷനിൽ ആരെങ്കിലും ചെയ്തതിന്റെ ബാക്കിയാണ് അടുത്ത ജനറേഷനിൽ വരുന്നതെന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇപ്പൊ ഓ, ഈ അത് ഇതിന്റെ ആക്ച്വലി ഇതിപ്പോ ഞാൻ പറയട്ടെ. അനുഗ്രഹത്തിന്റെ കാര്യത്തിലും പറയാറുണ്ട്. നമ്മുടെ അനുഗ്രഹീതരായിട്ടുള്ള കാരണവന്മാരുടെ പാരന്റ്സ് പുണ്യം എന്ന് പുണ്യം പറയുന്നത്. ആ, പറയാറുണ്ട്. യെസ്. അത് വേറെ വേറെ രണ്ടുപേരും പറയാറുണ്ട്. ഇതുണ്ടല്ലോ. ഏഹ് ഇത് മറ്റേ നമ്മുടെ ഇപ്പൊ കുറെ സിനിമകളിൽ അങ്ങനെ കാണിക്കാറുണ്ട്. ഈ സൗണ്ട് തോമ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ദിലീപിന്റെ അച്ഛൻ മറ്റേ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന കൊള്ളാം ബ്ലേഡ് മേടിക്കുന്ന ആളായതുകൊണ്ട് ദിലീപ് ഓ, വളരെ അതിന്റെ ഡിഫറെന്റ്ലി ചുണ്ടിന് പ്രശ്നമുള്ളത്. മുച്ചുണ്ടനായി എന്ന് പറയുന്നത് ഉണ്ട്. ഉം. ഇപ്പോ റൺവേക്കകത്ത് മുരളി സ്പിരിറ്റ് കടത്തുന്ന ആളായതുകൊണ്ടാ പുള്ളി ഒരു കാര്യമില്ലാതെ എന്ന് പറയുന്നു.
അത് പിന്നെ So, പുള്ളി ചെയ്ത കർമ്മത്തിന് പുള്ളി തന്നെ അനുഭവിക്കുന്നത്. ഈ മക്കൾക്ക് ആ, അതെ. എന്തിനാണ് അത് അനുഭവം കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കത് മനസ്സിലാവില്ല. വാട്ട് ഇസ് അപ്പൊ ഇല്ല, അത് അങ്ങനത്തെ സമൂഹത്തിന് പൊതുവെ ഉള്ളതാണ്. ഞാനിത് ഓഫ് ക്യാമറ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് എ വെരി സീരിയസ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. അല്ല അത് ഭയങ്കര സെൻസിറ്റീവ്. അപ്പൊ പടങ്ങളിൽ ഇങ്ങനത്തെ ഇത് സെൻസിറ്റീവ്. കാണിക്കുമ്പോഴേ അങ്ങനത്തെ ഇത് ശരിക്കും അങ്ങനെ മക്കളുള്ള ആൾക്കാർക്ക് അതൊരു ഭയങ്കര ഒരു അതുകൊണ്ടാണ് കടുവേല അത് പ്രശ്നമായത്. കാര്യം അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആലോചിക്കുമ്പോഴും അത് ഭയങ്കര പെയിൻഫുൾ ആണല്ലോ. നമ്മൾ ഓൾറെഡി ഇപ്പൊ കടുവേൽ ഇപ്പൊ അവൻ ചെന്ന് അങ്ങനെ ചൊറുതില്ലായിരുന്നു. അമ്മച്ചി മര്യാദയ്ക്ക് വന്ന് പള്ളി വന്ന് പറഞ്ഞേരെ പൂവമ്പാറച്ചന് കൊടുത്തതല്ല, ഇത് പള്ളിക്കൊള്ളാന്ന് പറഞ്ഞു പടം എൻഡ് ചെയ്തതന്നെ നല്ല രീതിയിൽ. നന്മ നിറഞ്ഞ ഒരു സിനിമയായിട്ടത് എൻഡ് ചെയ്തത്. അല്ല, അല്ല വേറെ അതാണ് എന്തൊക്കെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് ആയതുകൊണ്ട് ചൊറിയാമായിരുന്നു. എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. എടാ, വേറെ എന്തൊക്കെ പറഞ്ഞ് അവര് തമ്മിൽ ക്ലാഷ് ഉണ്ടാവായിരുന്നു. അല്ല, ചിലപ്പോ അതായിരുന്നു മെയിൻ. ഇതൊരു റിയൽ ലൈഫ് പുള്ളിയിൽ നിന്ന് ഇൻസ്പയർ ആയതാണല്ലോ. ചിലപ്പോ പുള്ളിക്ക് ഇങ്ങനത്തെ ചെട്ടമ്പിത്തരമൊക്കെ കാണുമായിരിക്കും, പറയാൻ പറ്റില്ല. അല്ല, അല്ല പുള്ളിയത്ത് റിയൽ കേസ് ലൈഫിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഓ, ആന്ന് അല്ലല്ല കേസ് കൊടുത്തല്ലോ. അല്ല, റിയൽ ലൈഫിലും ഈ പിയാനോയുടെ പേരിൽ തന്നെയാണ് വിഷയം ഉണ്ടായത്. ആയത് അങ്ങനെ തന്നെ വിഷയം ഉണ്ടായത്. പക്ഷെ ഈ ഒരു ടോക്കാണ് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞെന്ന് ഞാൻ ഈ പറഞ്ഞില്ല. എനിക്കത് പൈതൃകത്തിൽ തിയേറ്ററിൽ വെച്ച് എന്താണെന്ന് കണ്ടപ്പം അറിഞ്ഞൂടാ. ഞാൻ തിയേറ്ററിൽ ഇത് കണ്ടപ്പോഴത്തേക്ക് വാട്ട് ദ ഹെൽ മാൻ, എന്ത് വൃത്തിയായിട്ട വർത്താനാ നിങ്ങൾ പറഞ്ഞത്, എന്നാ വർത്താനാണോ ഈ പറഞ്ഞതെന്നുള്ള രീതിയിൽ. എന്താ മോനൂസ് അങ്ങനെ ഒരു ടോക്ക് എന്നുള്ള രീതിയിലേക്ക്. ഓ, അതിപ്പോ എന്തോ ഓക്വേർഡാന്നറിയോ. ഇപ്പൊ അത് കാണുമ്പോഴത്തേക്ക് അത്രയും ഭാഗം വെറുതെ മ്യൂട്ട് ചെയ്തിരിക്കുക. വെറുതെ മ്യൂട്ട് ആണോ? ചെയ്തിരിക്കുക. ഓ, ആ ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. ഓ, ഓക്കേ. അതാണോ ആ ആ സ്വന്തമായി സീനിന്റെ കട്ട് ചെയ്ത് കളഞ്ഞേക്കോ. അതാണ് അതിന്റെ ആ കറക്ഷൻ. വളരെ നല്ല കറക്ഷൻ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റും ഇരുവറിന്റെ അകത്തെ പോലെ കട്ട് ചെയ്തതാണ്. ഇരുവറിന്റെ അകത്തൊക്കെ പിന്നെ കോൺട്രവേഴ്സിയാണ് അങ്ങേ അറ്റമാണ് അതൊക്കെ. അതുകൊണ്ടാണ് അതിന്റെ അകത്ത് കുറെ സീനെ കട്ട് ചെയ്ത്. ഇത് അനാവശ്യമായിട്ട് ചൊറിഞ്ഞ് ഒരു കാര്യമില്ലായിരുന്നു ഇത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കാരണല്ലേ അടി ഉണ്ടാകുന്നത്? ഇത് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അടി? പിന്നെ എന്തിനാണ് നമ്മൾ വേറെന്തെങ്കിലും കാണുന്നത്? പറഞ്ഞാൽ മതിയായിരുന്നു. കുറുവാച്ചൻ വേറെന്തെങ്കിലും നോട്ടി ആയിട്ട് എന്തെങ്കിലും പറഞ്ഞത് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ പുള്ളി കേസ് എന്തെങ്കിലുമൊക്കെ കൊടുത്തു പറയായിരുന്നു. ഇനിയിപ്പോ അതെ. അല്ലെങ്കിൽ അപ്പം ചുമ്മാ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ചുമ്മാ അവന്റെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന പോലെ പറഞ്ഞാൽ മതി. നീ ഞങ്ങളെല്ലാം പ്രൗഡ് ആക്കേണ്ട ഒരുത്തനാ, പക്ഷെ നിന്റെ പേരിൽ ഒരുപാട് കേസും മറ്റേ നീ കൈക്കൂലി മേടിക്കുന്നതായിട്ട് പുള്ളിയുടെ നമുക്കറിയാം എന്ന് ഇല്ലീഗൽ ചുമ്മാ പറഞ്ഞാൽ ബിസിനസിനെ മതി. പറ്റിട്ടെല്ലാം ആ, പറഞ്ഞു അതെ ആ, അതെ. പുള്ളിയുടെ ചൊറിഞ്ഞാ ഇല്ലീഗൽ മതിയായിരുന്നു. ബിസിനസ്സിന് ചൊറിഞ്ഞാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ചൊറിയാണല്ലോ. പുള്ളിക്ക് അല്ല, ഈ ആ ടൈപ്പ് അല്ലെങ്കിൽ ചൊറിച്ചിലല്ല. എടാ മനുഷ്യന് അല്ലെങ്കിൽ റിലേറ്റ് ഞാൻ ചെയ്യാൻ പറഞ്ഞ പറ്റുന്ന ചൊറിച്ചിൽ. അല്ലെങ്കിൽ ഞാൻ ഒരു സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയട്ടെ. ഈ ഈ ഇവൻ വന്ന് ഈ മറ്റേ ഔസേപ്പുട്ടിയെ കാണുന്നു. ആ ഔസേപ്പുട്ടിക്ക് മറ്റേ ടാറ്റ പറഞ്ഞിട്ട് അവരാ വണ്ടിയിൽ അങ്ങ് പോകുന്നു. ഇവര് നേരെ അമ്മച്ചിയെടുത്ത് നിന്ന് സംസാരിക്കുന്ന സീൻ വരും. അപ്പൊ അമ്മച്ചിയെടുത്ത് പറയുന്നു, അമ്മച്ചി പറയും എന്റെ മറ്റേ മക്കളുടെ അപ്പം കരിങ്കണ്ടത്ത് ചാണ്ടിയാണെങ്കിൽ ഞാൻ വന്ന് കറക്റ്റ് ഇത് പറഞ്ഞിരിക്കുമെന്ന് പറയുന്നു. അപ്പം പള്ളി വരുമ്പോ പുള്ളിക്കാരി ഇത് മാറ്റിയും പറയും, അണ്ടർ പൊളിറ്റിക്കൽ പ്രഷർ. ആ, അപ്പം ഇങ്ങനെ അങ്ങനെ പോയിന്റ്. വെച്ചിട്ട് പള്ളി വെച്ച് ക്ലാഷ് ഉണ്ടാവുമ്പോഴത്തേക്കും പൃഥ്വിരാജിന് വേണമെങ്കിൽ ഒരു വൃത്തിയായിട്ട ഡയലോഗ് അടിക്കാം. ഇനി നിങ്ങളുടെ അതെ തന്തയെ അതെ മാറ്റി അതെ പറയാം. സിമ്പിൾ ആയിരുന്നു. അതെ, ഇറ്റ് വാസ് അങ്ങനെ ചെയ്താൽ ആസ് മതിയായിരുന്നു. സിമ്പിൾ ആസ് ദാറ്റ്. യാ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ആൻഡ് ദേ മെസ്ഡ് ഇറ്റ് അപ്പ് ഫോർ നോ റീസൺ. അല്ല അവരും ഒരു കാര്യമില്ല. ആലോചിച്ച് കാണത്തില്ല ഇത് അത്ര സെൻസിറ്റീവ് ആണെന്നുള്ള രീതിയിൽ. ഇത് അത് പഴയ നമ്മളങ്ങനെ പടത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു അതെനിക്ക് തോന്നുന്നത് പരിപാടിയാണ്. നമ്മുടെ ലൈഫിൽ അത് ഭയങ്കര കാഷ്വൽ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു കാര്യമായിട്ട് വല്ലതും അതാ, ചിന്തിച്ച് കാണുമായിരിക്കും. അല്ല, നമ്മുടെ സൊസൈറ്റിയിലെ ആൾക്കാർ സംസാരിക്കുന്ന രീതി ഇപ്പം പൊതുവെ എനിക്ക് പറഞ്ഞില്ലേ, അഗൈൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ലാത്ത പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇറ്റ് ഈസ് എ വെരി കോമൺ തിങ് ദാറ്റ് പീപ്പിൾ നിസ്സാരമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നാണ്. അതെ. സോ ഐ തിങ്ക് സിനിമയിലാണെങ്കിലും നമ്മളത് അതിനെ എങ്ങനെ എടുത്തെപ്പോഴും കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇറ്റ്സ് നോട്ട് ഗോണ ചേഞ്ച് anything. സോ സോ കമ്മിങ് ബാക്ക് ടു അവർ പോയിന്റ്. സോ കണ്ടം. അതെ അതെ, നമ്മൾ യാ കടുവയിലേക്ക് സോ പോയി. കിഷ്കണ്ട അപ്പം ഇതിന്റെ അകത്ത് ഈ പറയുന്ന പോലെ വാട്ട് എവർ ദേ ഹാഡ് ടു ഡു, ദേ ബിൻ ലിവിങ് വിത്ത് ഓൾ ദോസ് തിങ്സ് ഇൻ ദർ ഹെഡ്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പൊ എന്താ തോന്നി ഈ മെന്റൽ ഹെൽത്തിന്റെ ഒരു കാര്യം വെച്ചിട്ട് അതിനെ ഒരു ത്രെഡ് ആക്കി, അല്ലെങ്കിൽ അതിനെ ഒരു ആസ്പദമാക്കിയിട്ട് ത്രില്ലർ സിനിമകൾ കൂടുതൽ വരുന്നതായിട്ട് തോന്നുന്നു? കാരണം ഞാനിപ്പോ ബൊഗൈൻവില്ല നമ്മൾ കണ്ട സമയത്തും ഈ ജ്യോതിർമയുടെ ക്യാരക്ടർ ഇറ്റ്സ് ഓൾസോ ഗോയിങ് ത്രൂ എ സിമിലർ സിനാരിയോ. അപ്പം ആം, അത് ഈ ഇതൊരു റെപ്പറ്റീഷൻ, ഇതൊരു സീസൺ പോലെ തോന്നുന്നുണ്ട്, ഒരു പാറ്റേൺ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിപ്പം ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ ആ ഒരു ഡിസീസ് അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ മെന്റൽ കോമൺ ഡിസീസസ് ആയിരുന്നു. കോമൺ ആകുന്നത് മാത്രമല്ല, ഇതിപ്പം
ഞാൻ പറയട്ടെ, ആഹ് ഇപ്പം വയലന്റ് കേസസ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ട്? ഇപ്പൊ ഉം. റിപ്പോർട്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ നമുക്കുണ്ട്. അതുപോലെ ഉണ്ട്. തന്നെയാണ് ഇപ്പം മെഡിക്കൽ ഫെസിലിറ്റി കൂടുതൽ ബെറ്റർ ആണ്. മെന്റൽ ഹെൽത്തിന് ഇപ്പം Yeah. ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പണ്ട് ആൾക്കാർ അതിനെ കെയർ ചെയ്യുന്നില്ല. മെന്റൽ ഹെൽത്ത് ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് വി എക്സ്പ്ലോർ. അപ്പം പക്ഷെ ഇന്നത്തെ അങ്ങനെ കാലത്ത് അല്ല സോ ആ പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്തും ഇരകൾ എന്ന് പറഞ്ഞൊരു പടം വന്നിരുന്നു. അത് ഒരു അല്ല, അതല്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ പക്ഷെ കാലത്ത് അതിനെ അന്ന് ഞാൻ അതിനെ കൂടുതൽ പറഞ്ഞത് കണ്ടോണ്ടിരുന്ന ആ രീതി വേറെ. ആ അതിനെ അന്നത്തെ കാലത്ത് ഡിപ്രഷനെ കണ്ടോണ്ടിരുന്ന രീതി ഇവന് ഭ്രാന്താന്ന് പറയുന്നത്. ആ ഡിപ്രഷൻ എന്ന് അതെ പറഞ്ഞാൽ ഇവര് അതെ, ഭ്രാന്താന്ന് പറയും. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്നാണെങ്കിൽ അതിനെ ഇവന് ആ ഡിപ്രഷൻ ഉണ്ടെന്ന് പറയും. അപ്പൊ അതിനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മളത് കൂടുതൽ ഇപ്പൊ കാണുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പം അമ്മച്ചിമാർക്കോ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വേണ്ട യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ ഡിമെൻഷ്യ അല്ലെങ്കിൽ ഇപ്പം ഷോർട്ട് ടേം മെമ്മറി പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ADHD ഇപ്പൊ ഒരുപാട് നമുക്ക് എന്താ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്നുണ്ട്. ഡിസ്ലെക്സിയ പോലത്തെ മെന്റൽ ഡിസീസസ്. അപ്പൊ ഇത് നമ്മുടെ ഇപ്പം ഇതിനെ ട്രീറ്റ് ചെയ്യാൻ ഒരു മാർഗമുണ്ട്. അതുപോലെ അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ബെറ്റർ മെന്റൽ ഹെൽത്ത് ഫെസിലിറ്റീസും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ അതിനെ ഈ ആ ഇപ്പൊ ബൈപോളാർ ഡിസീസ് എന്ന് പറയുന്ന ഒരു സംഭവം, ഡിസോർഡർ, സോറി, ഉം, ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് കാണിച്ചു തന്ന സിനിമയാണ് വടക്കുന്നാഥ്. വടക്കുന്നത് ലാലേട്ടന്റെ പടം. പക്ഷെ പക്ഷെ എല്ലാരും അതിനെ വേറെ രീതിയിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. എല്ലാരും അപ്പൊ ഉടനെ ഓ പറഞ്ഞത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ സ്വന്തം ജീവിതത്തിൽ പുള്ളി അങ്ങനെ ആയിരുന്നു എന്ന് പുള്ളി പറയുന്നുണ്ട്. ഓ പക്ഷെ എല്ലാരും ഈസി ആയിട്ട് പറഞ്ഞോണ്ട് ഗിരീഷ് പുത്തഞ്ചേരി ഒരു വട്ടനായിരുന്നു അങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. ഒരു ഒരു വിഭാഗം, കാലഘട്ടത്തിന്റെ കാരണം പ്രശ്നം. കാലഘട്ടത്തിന്റെ പ്രശ്നം, ബിക്കോസ് പീപ്പിൾ ഡിഡ് നോട്ട് റിയലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഉം. അപ്പം അത് മറ്റേ ഈ ഒന്നാമത്തെ കാര്യം സിനിമകൾക്കും അതിന്റെ പിന്നിൽ കുറെ കാര്യങ്ങളുണ്ട്. സിനിമയിലും പ്രോപ്പർ ആയിട്ടൊന്നും പലതും അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഉം. സിനിമയിലാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ബുദ്ധിജീവിയായിട്ടുള്ള സൈക്കാട്രിസ്റ്റ് വരും. Yes. സൈക്കോളജിസ്റ്റുകളും തെറാപ്പിസ്റ്റുകളും ഉണ്ടെന്നുള്ള ഒന്നും സിനിമയിൽ എവിടെയും പറയുന്നില്ല. എല്ലാ സിനിമയിലും എന്തുവാ എല്ലാ മറ്റേ ഒരു സൈക്കാട്രിസ്റ്റും. അതെ, ഇങ്ങനെ ഈ വസ്തുവിലേക്ക് മാത്രം നോക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ പരിപാടികളാ മൊത്തം. മറ്റേ ഈ വട്ടം ഇട്ട് കറക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ ആ അതിലോട്ട് നോക്കി എടേ, കഴിഞ്ഞാൽ. എനിക്കെന്തോ വിയേർഡായിട്ട് തോന്നിയത് ഇപ്പം കുമാരി പറഞ്ഞപ്പോഴാണ് ഞാനും ഒരു കാര്യം നോട്ടീസ്. ഇപ്പൊ ആൾക്കാർ ഇതിനെപ്പറ്റി ഇപ്പൊ അവെയർ ആയപ്പം ഇത് കൂടുതൽ സിനിമയിലും പോപ്പ് കൾച്ചറിലും കൂടുതൽ വരാൻ വരുന്നുണ്ട്. തുടങ്ങി. പെൻഗ്വിൻ കണ്ടപ്പോഴത്തേക്കും പെൻഗ്വിന്റെ അകത്ത് ലൈക്ക് യു മൈറ്റ് നോ ദിഗംബരൻ, ലൈക്ക് വൺ ഓഫ് ദ ക്യാരക്ടേഴ്സ് ഹാസ് എ ലൈക്ക് വൺ ഓഫ് ദ ക്യാരക്ടേഴ്സ് അല്ല, അതിന്റെ അകത്ത് കുറെ ക്യാരക്ടേഴ്സിന് മെന്റൽ ആക്ച്വലി പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും പ്രശ്നമുണ്ട്. അതെ. എല്ലാവർക്കും അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ ഐ തിങ്ക് അല്ല, സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആണ് സിനിമ എന്നാണല്ലോ സിനിമ പലപ്പോഴും ആണ്. പറയപ്പെടുന്നത്. അപ്പം ഇവിടെ വരുന്ന മാറ്റങ്ങൾ അവിടെയും പ്രകടമാവും. അത് നല്ലതാണെന്ന് ഞാൻ പറയും. പല ആസ്പെക്റ്റുകളിൽ വരുന്നത് കൊണ്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചിലപ്പം ഒരുപക്ഷെ സിനിമകളിലൂടെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും എന്താ പറയുന്ന അവെയർ അല്ലല്ലോ. ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞു അത് ഈ കഴിഞ്ഞാല് ബാക്കിയുള്ളവരെല്ലാരും മണ്ടന്മാരാണെന്ന് വിചാരിച്ച് സിനിമ എടുക്കുന്നത് ഒരു മെന്റൽ ഡിസോർഡർ രീതിയിൽ. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മള് 2000 കോടി അടിക്കുമെന്ന് പറഞ്ഞൊരു സിനിമ ഈ ഇടയ്ക്ക് കണ്ടത്. ഞങ്ങളൊരു എങ്ങനെ പറയല്ലേ, ഞങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ പറഞ്ഞു. അതെ അതെ, ഓ നല്ല മൈ അപ്രിസിയേഷൻ ഗോഡ്. ആയിരുന്നു. ആ ഈ മണിച്ചിത്രത്താഴൊക്കെ സത്യം പറഞ്ഞ ഒരു പോയിന്റിൽ ആൾക്കാർ ഹൊറർ സിനിമ ആയിട്ടാണ് കണ്ടോണ്ടിരുന്നത്. ആ, പലരും അതെ. വിചാരിച്ചോണ്ടിരുന്ന ഹൊറർ, ഞാൻ പോലും പല സമയത്ത് ഇത് ഹൊറർ സിനിമയാണ്. നമുക്ക് പിന്നെ അങ്ങനെ ഒരു വൈബ് തരുന്നുണ്ടല്ലോ അതിന്. വൈബ് തരുന്നുണ്ട്. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. അതിന്റെ അകത്തൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് അത് കാണിക്കുന്നത്. അത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ കാണിക്കുന്നു എന്ന് പറയും. അപര വ്യക്തിത്വം, ബന്ധു പക്ഷെ വ്യക്തിത്വം അതിലും മലയാളത്തിൽ. മറ്റൊരു റീഡിംഗ് ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ ശോഭനയുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അത് ആ പടത്തിന്റെ ഒരു നമ്മൾ കണ്ടുവച്ചിരുന്ന രീതിയിൽ നിന്നും ടോട്ടലി ഡിഫറെന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അത് നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് റൂയിൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഒരു അതാണ് ആ, അങ്ങനെ ഒരു ഇതുണ്ട്. ഈ നകുലനുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെയൊക്കെ വെച്ചിട്ട് ഗംഗയ്ക്ക് ആക്ച്വലി ആ ഓ ആ ഗംഗയ്ക്ക്, അതായത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുന്ന രീതിയിൽ ഗംഗയ്ക്ക് ആക്ച്വലി മറ്റേ പുള്ളിക്കാരനോട് ഒരു ഇതുണ്ടായിരുന്നു.
അതായത് നാഗവല്ലിക്കല്ല, ഗംഗയ്ക്ക് തന്നെ ഇഷ്ടമുണ്ടായിരുന്നു. ഗംഗയ്ക്ക് തന്നെ. ഓ ആണോ? നകുലന് വലിയ നകുലനൊരു എന്താ പറയുന്ന ഒരു എന്താ അതിന് പറയാ? ഷണ്ഡൻ ഐ മീൻ ഐ ഡോണ്ട് നോ. ഓ ഓ ഓ, പുള്ളി വാസ് നോട്ട് ഓ. ആക്റ്റീവ് ആ ദ നൈറ്റ്. ഓക്കെ, അങ്ങനെ മനസ്സിലായി. പുള്ളിക്ക് പക്ഷെ പുള്ളിക്ക് അതിനുള്ള ഇതില്ല. അപ്പം ഗംഗ പക്ഷെ ഒരു നകുലൻ അങ്ങനെ ഒരു എന്തൂസിയാസ്റ്റ് ആയിരുന്നല്ലോ. കാരണം അന്നത്തെ മോഡലിൽ കാലത്ത് മാത്രമേ കാണത്തുള്ളൂ enthusiasm. അല്ല അല്ല ആ സിനിമയ്ക്കകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു ബ്രില്യൻസ് ഉണ്ട്. സണ്ണിയും എന്തൂസിയാസ്റ്റ് ആണ്, നകുലിനും എന്തൂസിയാസ്റ്റ്. കാരണം നകുലനും ശ്രീ മറ്റേ ഇവരുടെ പേര് ഗംഗയും കൊൽക്കത്തയിൽ നിന്ന് അന്നത്തെ കാലത്ത് മാരുതി 800 ഓടിച്ച് ഈ ഇല്ലം വരെ വന്നു എന്ന് പറയുന്ന അതൊരു മേജർ ബോൾ ഗെയിമാണ്. 10-70 കിലോമീറ്റർ മറ്റവനെ ബാക്കിൽ വെച്ചുകൊണ്ട് മോഹൻലാൽ സൈക്കിൾ ഓട്ടി പോയി സൈക്കിളിൽ അന്വേഷിച്ചു എന്ന് പറയുന്ന സത്യം പറഞ്ഞാലുണ്ടല്ലോ അതൊരു ഇവര്, അല്ല, അതൊരു ഡെയറിങ് അല്ലേ. അതിന് വേറൊരു കാര്യമുണ്ട്. ഇവര് പറയുന്ന ഈ ഏവൂരെന്ന് പറയുന്ന സ്ഥലം, ഈ കൊട്ടാരം, അതായത് ഈ ഉം. കഥ നടക്കുന്ന സ്ഥലത്ത് നിന്ന് ആ, ഏവൂരിന് ശരിക്കും 10-70 കിലോമീറ്റർ ഒന്നും ഇല്ല. അത് ഇച്ചിരി ഇല്ല. ദൂരേ ഉള്ളൂ. ഒരു ആ, അവര് 5 കുറച്ച് കിലോമീറ്റർ പേരേ 6 ഉള്ളൂ. കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. പക്ഷെ എങ്കിലും ഉള്ളൂ. പോട്ടെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ശരിയാണല്ലോ, അവര് സൈക്കിളിൽ അങ്ങനെ നമുക്ക് പോയവരാന്ന് സൈക്കിളിൽ പോവാം. ഡിസ്റ്റൻസ്. ശരിയാണ്, പോയിട്ട്. പിന്നെ അതിന്റെ അകത്ത് ഒരു കർമ്മയെ പറ്റി പറയുന്നില്ലേ, മറ്റേ താക്കോൽ ഉണ്ടാക്കി കൊണ്ടുവന്നവരും ഒക്കെ പനിച്ചു തുടങ്ങിയെന്നൊക്കെ പറയത്തില്ല. ആ അത് ആ, ചിലപ്പോ എനിക്ക് അത് തോന്നുന്നു പക്ഷെ കമ്മ്യൂണൽ പേടിച്ച് സ്പ്രെഡ് വഴി പനി പനിച്ചതാവാനുള്ള, വന്നാന്ന് തോന്നുന്നു. അതെ, പേടിപ്പനി. പേടിച്ച് പനിച്ചതാവാനുള്ള ആ. ചാൻസ്. അതിപ്പോ താക്കോല് മേടിക്കാൻ പോയ പയ്യന് ഓബിയസ്ലി പനിക്കും, കാരണം പുള്ളി താക്കോല് പടന്നവന് പനി ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അവന്റെ നിന്ന് പനി പിടിച്ചു കാണും. കോമൺ അവനിപ്പോ കോൾഡ്. പനി മേടിച്ചാ. അതാ. അപ്പം അഗൈൻ ഇതിപ്പോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയത് എനിക്ക് തോന്നുന്നു സമൂഹം ഇവോൾവ് ചെയ്തുകൊണ്ട് നമ്മളും മനസ്സിലാക്കിയതാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അല്ലിപ്പോ ഇതിലെ റീഡിങ് അങ്ങനെയാണ്. അതായത് ഈ ഗംഗയ്ക്ക് ശരിക്കും മറ്റേ നമ്മുടെ മഹാദേവനോട് ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വേറെ നിവർത്തി ഇല്ലാത്തത് കൊണ്ട് അയ്യോടാ. പിന്നെ സൺഡേ അങ്ങോട്ട് ക്യൂർ ചെയ്തപ്പോ ഞാൻ ക്യൂറായി എന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ അത് എടേ, അത് ഇപ്പം അത് അതിന് കമ്മ്യൂ കണക്ട് ചെയ്ത് പറയുന്നത് ആ മറ്റേ പാട്ടിന്റെ അകത്ത് മറ്റേ വരുവാനില്ലിനിയാരും. അപ്പൊ ഗംഗ ഒരു വരുവാനില്ലാരും. ലോങ്ങിങ്ങിന്റെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇത് പൂക്കാമാങ്കൊമ്പിൽ വെച്ചിട്ടാണ് നകുലന്റെ ഈ ഇത്. ആ, പൂക്കത്തില്ല, ഫ്ലവറിംഗ് ആണ്. പൂക്കില്ല, അതായത് അതില് കായ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ മനസ്സിലായോ, ആ രീതിയിൽ. അതുപോലെ ഒരു സിമ്പാക്കി കാണിച്ചത്. അപ്പൊ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല, കാര്യം ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി അവർക്ക് കുട്ടികളില്ല. മനസ്സിലായോ, ഇത്രയും അവരൊരു സ്നേഹമുള്ള ഭാര്യയും അവരൊരു ഭർത്താവും ആണല്ലോ. ഫാമിലി പ്ലാനിംഗ് ഉള്ള മൊഡേൺ കപ്പിളാണ്. അതുകൊണ്ടാണ് വാട്ട് ഇസ് എങ്ങനെ എങ്ങനെ വേണേലും നമുക്ക് എടുക്കാമല്ലോ. പക്ഷെ റൈറ്റർ ഉദ്ദേശിച്ച അതാണെന്നുള്ള രീതിയിൽ ആരോ ഒരു ഇല്ല. ലേഖനം ഏതാണ്ട് എഴുതി, പുള്ളി പിന്നെ അപ്രിഷിയേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ, ഓക്കെ, നമുക്കറിയില്ല. അപ്പം ദാറ്റ്സ് മേ ബി നൈസ്. പുള്ളി ഉദ്ദേശിച്ച അങ്ങനെ അതാണ്. പക്ഷെ അത് ഇതിന് നമുക്കങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ലല്ലോ, നമ്മളങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞേ. നമുക്ക് അന്ന് നഗീഷ് ഒരു മാൻലി ഗൈ ആയിരുന്നു. അതെ അതെ അതെ. അല്ല, നകുൽജിയും സണ്ണിയായിട്ടുള്ള മീമുകളൊക്കെ അതാണ് ഇപ്പത്തെ ഫേമസ് സാധനം. അവര് തമ്മില് അവര് അതേ പറഞ്ഞ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആലോചിക്കുവാണെങ്കിൽ അത് നമുക്ക് വേറൊരു രീതിയിലുള്ള അനുഭവമായിരിക്കും. ഇപ്പം അല്ല, ലൈക് കമ്മിങ് ബാക്ക് ടു അവർ പോയിന്റ്, നമ്മുടെ ഈ ഇതിന്റെ അകത്തെ മെന്റൽ ഹെൽത്തിന്റെ ഒരു കാര്യം പറയുന്നത്. സോ ഐ തിങ്ക് എനിക്കൊന്ന് അതിപ്പോ ഒരു കോമൺ ഗ്രൗണ്ട് ഓഫ് ഡിസ്കഷൻ ആയതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇതിന്റെ അകത്തൊക്കെ ഇങ്ങനെ കൂടുതൽ വരുന്നത്. സിനിമകളിലൊക്കെ ആണെങ്കിൽ ഈ മെന്റൽ ഹെൽത്തിന് ഇപ്പം സിനിമ വരുന്ന എല്ലാവർക്കും ഈ പറയുന്ന സൈക്കോളജി, ഇപ്പൊ സൈക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഇപ്പം ഈ പടങ്ങളിലൊക്കെ സൈക്കോ ആയിട്ട് വരുമല്ലേ. ഇപ്പം അഞ്ചാം പാതിരക്കകത്ത് നമ്മുടെ ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ വരുമ്പോ പുള്ളി പറയുന്നുണ്ടല്ലോ, കോഴിയെ കൊല്ലുമ്പോ കുറച്ചുകൂടെ സമയം എടുത്ത് കൊല്ലുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, അറക്കാൻ കുറച്ചുകൂടെ സമയം എടുത്ത് എൻജോയ് ചെയ്ത് അർത്ഥം കിട്ടുന്നതൊക്കെ പറയുന്നല്ലോ. പിന്നെ നമുക്ക് അതുപോലെ അവരുമായിട്ട് എംപത്തൈസ് ചെയ്യാനും പറ്റും, അവരുടെ അതാ ഇങ്ങനത്തെ ഓരോ ഇത് വരുമ്പത്തേക്ക്. അങ്ങനെ ഇന്ദ്രൻസുമായിട്ട് എനിക്ക് പറ്റത്തില്ല, ബട്ട് അങ്ങനെയല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഐ മീൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പത്തേക്ക് നമുക്ക് ഇപ്പം ആളവന്താന്റെ അകത്തെ മറ്റേ ബാക്ക് സ്റ്റോറിയിലൊക്കെ വരുമ്പത്തേക്ക് എന്തുകൊണ്ടാണ് നന്ദു അങ്ങനെ ആയെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അതൊരു ശരിക്കും രണ്ടാനമ്മയുടെ ഈ ഇത് ഒളിമ്പ്യൻ അന്തോണി ആദത്തിന്റെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ മീനയുടെ ക്യാരക്ടർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അതെ ബിക്കോസ് ഓഫ് ദ ട്രോമ ദാറ്റ് ഷീ ഗോട്ട് ഫ്രം ഹെർ അത് മാരേജ്. മറ്റേ PTSD പോലെയാണ് സത്യം പറഞ്ഞാല്. അത് അത് PTSD. PTSD PTSD. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയും അത് ഈ ഈ ഈ സിനിമയ്ക്കകത്താണെങ്കിലും വിജയരാഘവന് ഈ പറയുന്ന സെയിം ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, പുള്ളി സർവീസ് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ഓർമ്മക്കുറവ് കൊണ്ട് പുള്ളിക്കൊരു
സംതിങ് ഹാപ്പൻസ് റൈറ്റ്. ഉണ്ടായിരുന്നു. അതെ അതെ. അതിനുശേഷം ഹി ട്രൈസ് ടു ബി ഓർ ഹി ട്രൈസ് ടു ഫിറ്റ് ഇൻ ലൈക്ക് എവ്രി വൺ. അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു സൊസൈറ്റിയെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം പലർക്കും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് പറയാൻ പേടിയാ. കാരണം നമ്മളൊരു ഔട്ട്കാസ്റ്റ് ആയി പോവോ അല്ലെങ്കിൽ നമ്മളൊരു ഫ്രീക്ക് ആയി പോവോ എന്നുള്ള ഒരു പേടി കാരണം പറയാൻ ഉള്ള അത് ഒരു ബുദ്ധിമുട്ട് മാത്രല്ല, പോലെ. ഇപ്പൊ നീ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഓർത്ത്, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതാണല്ലോ, നമ്മൾ പുറമെ റിഫ്ലക്ട് ചെയ്യുന്ന സാധനമല്ല നമ്മുടെ ലൈഫിൽ നടക്കുന്നത് എന്നുള്ള സാധനം. സോ അത് പെട്ടെന്ന് വെരി ഞാൻ ട്രൂ. ഓർത്ത്. അതെ അതെ, എന്തെങ്കിലും ഒരു നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഉദ്ദേശിച്ച് പറഞ്ഞാലും അതിന് മറ്റൊരു മീനിങ് വെച്ചിട്ടായിരിക്കും ആൾക്കാർ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അല്ല, അങ്ങനെ ഈവൻ മാത്രമല്ല, ഇപ്പം ലൈഫ് വ്ളോഗുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ, ഇപ്പം ഈവൻ മേക്കപ്പ് വ്ളോഗുകളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ സ്ട്രോങ് ലൈഫ് ഇസ് ടോട്ടലി എക്സ്പെക്ടേഷൻസ് ഡിഫറെന്റ്. ആണ്. അത് അത് നമ്മൾ അവര് എപ്പോഴും പ്രൊജക്ട് ഒരു ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫാണ് അവരത് കാണിക്കുന്നത്. ലാർജർ ഇമേജാ പ്രൊജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ അകത്ത് ഈ അപ്പുപിള്ള ഇടുന്ന ഒരു ഭയങ്കര ആംഗ്രി ഫേസ് എന്നൊക്കെ പറയുന്നതിന്റെ ഉള്ളില് ദർ ഇസ് എ വെരി വൾണറബിൾ പേഴ്സൺ. അത് ആ ആസിഫ് അലിയുടെ ക്യാരക്ടർ വന്ന് ഹഗ് ചെയ്യുന്ന ആ മൂമെന്റിൽ പറയുമല്ലോ, എടുത്ത് മോനോടുള്ള സ്നേഹം പറയുന്നത് എങ്ങനെയാ. ആസിഫ് അലിയുടെ അച്ഛനെ ഇത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ട് നിൽക്കുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ആസിഫ് അലിയോട് വിജയരാഘവൻ പറയുന്ന ഒരു ഡയലോഗ് എന്താ പറഞ്ഞാൽ, നിന്നെ ഒരു കുറ്റവാളിയായിട്ട് എനിക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, നിന്നെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. അപ്പോഴാണ് ആസിഫ് അലി അവന്റെ അപ്പൻ അവനോടുള്ള സ്നേഹം മനസ്സിലാക്കുന്നതും. ആൻഡ് ഹി ട്രൈസ് ടു ലൈക്ക് യുനോ അപർണ ബാലമുരളി അവരുടെ അപ്പനെ കുറ്റപ്പെടുത്തുമ്പോഴും ഹി ഫീൽസ് ഗിൽറ്റി. ആസിഫ് അലിക്ക് ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്ത് പോയി പറയുന്നത്, നീയും കൂടെ എന്റെ അച്ഛനെ പ്രതിയാക്കാൻ പോവാണോ എന്നുള്ള രീതിയിൽ. സത്യത്തിൽ ആസിഫ് അലി പ്രതിയല്ല, പക്ഷെ അത് ആസിഫ് വിജയരാഘവൻ അലി അറിയും. പ്രതിയല്ല. അതാണ് അത് അപർണയ്ക്ക് അവസാനം അറിയാമോ? അപർണയുടെ മൊത്തം കാര്യം പറയുന്നുണ്ടോ? എനിക്കത് പറയുന്നുണ്ട്. ഫുൾ കാര്യം പറയുന്നുണ്ട്. അല്ല, വൈഫാണ് കൊന്നതെന്നും പറയുന്നുണ്ടോ? അതോ അത് അല്ല ആംബിഗ്വസ് ആയിട്ട് നിർത്തുകയാണോ? അല്ല, അവിടെ കയ്യബദ്ധം പറ്റുന്നതാന്ന് പറയുന്നുണ്ട്. അവര് ആർക്കാ തോക്ക് പറ്റുന്നതെന്ന് വെച്ചുള്ള പറയുന്നുണ്ട്. പിടിവലിയല്ലേ ഉണ്ടാവുന്നത്. പറയുന്നുണ്ടല്ലോ, എനിക്കത് അതാണല്ലോ നമ്മളെ ഓർമ്മയില്ല, അതാ ഞാൻ കാണിക്കുന്നത്. ചോദിച്ചത്. അല്ല, അത് വേഗായിട്ടേ പറയുന്നുള്ളൂ. അത് ഇതായിട്ട് പറയുന്നില്ല. അത് ഡെലിബറേറ്റ് ആയിട്ട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. ഭയങ്കര വേഗമായിട്ട് അതിനെപ്പറ്റി പറയുന്നു. സോ ഇറ്റ്സ് ആക്ച്വലി വെരി, എന്താ പറയുന്ന, ആൾക്കാർക്ക് കുറെ ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യുകയും ചെയ്യും. അത് ഭയങ്കര സാറ്റിസ്ഫൈങ് അങ്ങനെ മിസ്റ്ററി ലീവ് ചെയ്യുമ്പോൾ. എല്ലാം സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല മിസ്റ്ററി ഫിലിം വുഡ് ബി റിയലി എ മിസ്റ്ററി ഫിലിം. ഇറ്റ് വോണ്ട് ബി എ മിസ്റ്ററി. ഐ തിങ്ക് ഇറ്റ് ഇസ് ബെസ്റ്റ് കെപ്റ്റ്. സർട്ടൻ തിങ്സ് ഷുഡ് ബി ലെഫ്റ്റ് അൺസെഡ് എന്ന് പറയുന്നതിന്റെ ഒരു വലിയ റിഫ്ലക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറെ കാര്യങ്ങൾ സിനിമയിൽ. സോ നിങ്ങൾക്ക് ആരുടെ പെർഫോമൻസ് അതിന്റെ അകത്ത് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നു? വിജയരാഘവൻ. നോ കമ്പാരിസൺ. വിജയരാഘവൻ, വേറെ ആരെയും പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളി ആസിഫ് അലി ആക്ച്വലി നല്ലതായിരുന്നു. പക്ഷെ ഐ ഡോണ്ട് നോ, എനിക്ക് വിജയരാഘവൻ ഇസ് ലൈക്ക് എക്സ്ട്രോർഡിനറി. ഇതിനകത്തില് പുള്ളി പിള്ളയെ ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു. അതെ അതെ അതെ, ഭയങ്കരമായിട്ട് ആ ലുക്കും മേക്കപ്പും പുള്ളിയുടെ ആ മുഖഭാവവും കണ്ണടച്ചുള്ള സംസാരവും ഒക്കെ. പിന്നെ എനിക്ക് പേഴ്സണലി ആസിഫ് അലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ അതെ, ചിലപ്പോ പുള്ളി അതിനോട് അറിയില്ല. വിജയരാഘവന്റെ വേഴ്സറ്റാലിറ്റി നമുക്ക് അറിയാവുന്നതല്ലേ. വി ഹാവ് സീൻ ഇറ്റ് ഓവർ ദി ഇയേഴ്സ്. പുള്ളിയുടെ ഓരോ ക്യാരക്ടറും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യും. ആക്ച്വലി നമ്മൾ ഈ സെയിം കാര്യം സിദ്ദിഖിനെ കുറിച്ചും പറയാറുണ്ട്. സിദ്ദിഖിനും ഈ ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര മിടുക്കനാണ്. സിദ്ദിഖ് ഭയങ്കര വേഴ്സറ്റൈൽ. അത് നമുക്ക് അത് ദാറ്റ് ഈസ് ഓൾസോ വെരി സംതിങ് എൽസ് അല്ലേ. നമുക്ക് ഇനി മുമ്പോട്ട് ഇങ്ങനത്തെ ആക്ടേഴ്സിനെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഞാൻ എപ്പോഴും ഒരു ഇവരൊക്കെ പോകുന്നത് ഒരു വോയിഡാ. ഇവരുടെ സ്പേസേ വോയിഡ് ആയി പോകും. സോ ഐ റിയലി പ്രേ ദാറ്റ് വി ഗെറ്റ് ആക്ടേഴ്സ് ലൈക്ക് ദം. പലരെ കുറിച്ച് നമ്മൾ പറയുന്ന എല്ലാത്തിലും ഒരേ എക്സ്പ്രഷൻ, ഒരേ ഭാവങ്ങൾ എന്നുള്ള രീതിയിലാണ്. അവിടെയൊക്കെയാണ് ഇവര് വന്നിട്ട് കിട്ടുന്ന റോളുകളൊക്കെ. ഇവര് വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അന്ന് ഫിലിം ക്യാമറയാ. അന്ന് ഒന്നുമില്ല. അന്ന് പെർഫോം ചെയ്യുന്നവർക്കേ ചാൻസ് ഉള്ളൂ. ഇന്ന് എന്താന്ന് പറഞ്ഞാൽ ഇന്ന് ഈ പറയുന്ന മോണിറ്ററും അതും ഇതൊക്കെ വന്നുകൊണ്ട് കുറെ ടേക്ക് എടുക്കാൻ പറ്റും. ഇന്ന് ഫിലിം വേസ്റ്റ് ആവത്തില്ല. അപ്പോ ആൾക്കാർക്ക് അവരെ ബെറ്റർ ആക്കാനുള്ള ടൈം ഒരുപാടുണ്ട്. അന്ന് ഇഫ് യു ആർ ലൈക്ക് ആൻഡ് ഒന്നും വേണ്ട, ഇവനൊക്കെ ഒരു ലൈക്ക് ഇപ്പൊ ഇവനും നല്ല, സോറി, വിജയരാഘവന് ഇപ്പൊ ഒരു നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്.
ഉം. അവർക്ക് സ്വന്തമായിട്ട് നാടക കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. എനംപിള്ള വാസ് സപ്പോസ് ടു കൊളാബറേറ്റ് വിത്ത് വാർണർ ബ്രദേഴ്സ് ഫോർ എ പ്രോജക്ട്. അതെന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ഓ സംഭവം ഉണ്ട്. ഓ നൈസ്. പുള്ളി ഭയങ്കര ലെജൻഡാ എനംപിള്ള. പുള്ളിയുടെ എനിക്കൊന്ന് പുള്ളിയുടെ ലൈഫ് ആസിഫ് അലി സിനിമ ആക്കേണ്ടതായിരുന്നു. അതായത് രാജീവ് രവി ഡയറക്ട് ചെയ്ത് ആസിഫ് അലി എനംപിള്ളയായിട്ട് അഭിനയിക്കണ്ടായിരുന്നു. എനംപിള്ള വേൾഡ് വാറിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം പുള്ളിയുടെ ആ സ്റ്റോറിയും ഒക്കെ ഇറ്റ് വാസ് സപ്പോസ് ടു ബി എ ഫിലിം, ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ ഫോർ സം റീസൺ. ബട്ട് അഗൈൻ ഐ തിങ്ക് സൺ ഹാസ് ലൈക് പുള്ളിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മോനെ എന്തായാലും. ആ ഒരു തീർച്ചയായും. ടാലന്റ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അത് എവിടെയും പോയില്ല. ഈവൻ ദോ വി കുഡിൻ സീ എൻ പിള്ള മോർ. ഒരുപാട് പുള്ളിയെ കാണാൻ പറ്റിയില്ല. അത് പുള്ളി 2 പടത്തിൽ എന്തോ അല്ലേ അഭിനയിച്ചത്. അല്ല, ഓ ഞങ്ങളൊരു പടം കണ്ടായിരുന്നു. ഞങ്ങള് ഞാൻ കണ്ടായിരുന്നു. കാബാലിക. കാബാലികക്കകത്തില് നമ്മുടെ ഷീലമ്മയുടെ അപ്പനായിട്ട് വരുന്നുണ്ട്. That അത് was- ശരി. അത് പുള്ളിയുടെ പുള്ളിയുടെ പേരാരാന്നറിയാം. അതാണ് അതിന്റെ അകത്തിലെ ആരാ? ഹൈലൈറ്റ്. ആരാ? അനപ്പാറയിൽ അനപ്പാറയിൽ അച്ഛമ്മ. അച്ഛനാണ്. Yes. ഓ, ആണോ? ആ, Very nice Oh, surprise. that's nice. നല്ല ക്യൂട്ട് കപ്പിളായിരുന്നു അവര്. നല്ല റൊമാൻസിങ് ഒക്കെ ചുറ്റിപ്പൈ. നല്ല അതെ. ശരിക്ക് ഞാൻ ഈ അപ്പുപിള്ളയുടെ ക്യാരക്ടർ കണ്ടോണ്ടിരുന്നപ്പോ എന്റെ മനസ്സിൽ കുറെ വിജയരാഘവൻ ചെയ്ത പഴയ ക്യാരക്ടേഴ്സ് ഒക്കെ ഓർമ്മ വരുവാണ്. ഇവിടെ വിയറ്റ്നാം കോളനിയില് സ്രാങ്ക് ആയിട്ടൊക്കെ എടുത്ത്. സ്രാങ്ക് ആണോ ജോണിയോ? സ്രാങ്ക്. ആ ഫ്രാങ്ക് അല്ലല്ലോ, ജോണി അല്ലേ? ജോ സ്രാങ്ക് ഭീംജിയാണ് സ്രാങ്ക്. ആ ഭീംജിയാ സ്രാങ്ക്. എനിക്കൊന്ന് ജോണിയാന്ന് തോന്നി. പുള്ളി മറ്റേ ഏണി വലിഞ്ഞു കയറുന്ന സമയത്ത് ഇവൻ പശുവായിട്ട് പോയിട്ട് പുള്ളി മറിഞ്ഞു വീഴുന്നു. അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാകുന്നു. അയ്യോ കൊറേ ലൈക് റാംജി റാവു. റാംജി റാവുലുണ്ട്. താങ്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രം ഓഫ് ചെയ്യാൻ. പറയുന്നത്. ഇവിടെ എനിക്ക് മറ്റേ രാവണപ്രഭുവിലും ഭയങ്കര ഇഷ്ടമാണ്. ആ നടേശ രാജേന്ദ്രൻ ഇല്ലേ? അല്ലേ, ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു കൂറപ്പടം എടുക്കുകയാണെങ്കിൽ അവൻ ചാണ്ടിയുടെ മകൻ എടുക്കുക. വിയറ്റ്നാം കോളനിക്കകത്ത് പുള്ളി വട്ടപ്പള്ളി. ഓ വട്ടപ്പള്ളിയാണോ? വട്ടപ്പള്ളി. ജോണി വേറെ ആരാണ്ട്. ആ വട്ടപ്പള്ളി ആയിട്ടാ പുള്ളി വരുന്നത്. ഈ അവൻ ചാണ്ടിയുടെ മകൻ പോലുള്ള കൂറപ്പടം എടുത്താല് അതിലും ഗംഭീരമായിട്ടുള്ള ആക്ടിംഗ് ആണ് പുള്ളി. അപ്പിച്ചായി ഇതിന്റെ അകത്ത് രൗദ്രത്തിനകത്ത്. രൗദ്രം. അത് തന്നെ, നരേന്നൊക്കെ ഒന്ന്. എടാ ഇത് ചേറാടി കറിയച്ചൻ. ചേറാടിക്കറിയ, പിച്ചായി, മറ്റേ ദേവദേവനുണ്ട്, ഡിഡി. ചെറിയ റോളാ, പക്ഷെ ഇംഗ്ലീഷ് ഒക്കെ പറയുമ്പോൾ എന്നിട്ട് ഹായ് സൂസൻ അരെ ബാല എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല ശരിക്കും ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ റിയലി എക്സൈറ്റഡ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ഷമ്മി തിലകൻ. അത് മറ്റേ വിലായത് ബുദ്ധക്കകത്ത് ഷമ്മി തിലകൻ വേഴ്സസ് പൃഥ്വിരാജ് ഒരു ക്ലാഷ് വരുന്നതിന് വേണ്ടിയിട്ട് ഐ എം റിയലി വെയിറ്റിംഗ്. സോ ഇതൊക്കെ ഭയങ്കര സീസൺഡ് ആക്ടേഴ്സ്. ഇവരെ ഇനി യൂസ് പറഞ്ഞ പോലെ തന്നെ ഇവരെയൊക്കെ ഇനി മര്യാദക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു മലയാള സിനിമയ്ക്ക് തന്നെ ഒരു വലിയ ലോസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവരൊരുപാട് ഐക്കോണിക് ക്യാരക്ടേഴ്സ് തന്നു. ഇനി അവരുടെ ഫ്രണ്ടില് സാധ്യതകൾ കൂടുതൽ മുമ്പോട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റിയാസൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ പാവമുണ്ട്. ഒരു നല്ല എന്തെങ്കിലും ഒരു റോൾ അദ്ദേഹത്തിന്. ബാബുരാജിനെ യൂസ് ചെയ്യാറുണ്ട്. ബാബുരാജ് പക്ഷെ ഇപ്പൊ വരുന്നുണ്ടല്ലോ. ഇപ്പൊ പുള്ളി ഇപ്പം അത്യാവശ്യം അങ്ങനത്തെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. പനച്ചേൽ ജോമോനായിരുന്നു എന്റെ ഫേവറേറ്റ് ഇടയ്ക്ക് ചെയ്തത്. അതെ, ഇങ്ങനെ സംസാരിക്കുന്നവരെ ഞങ്ങൾ കായികമായി നേരിടും. കായികപരമായിട്ടും അത് പുള്ളി പറയുമ്പോഴൊരു എഫക്ട് ഉണ്ട്. ഇടിക്കുന്നുള്ളത് നമുക്കറിയാം. പുള്ളിയുടെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് സെക്കൻഡ് ഷോയ്ക്കകത്തെ ക്യാരക്ടർ വാവച്ചൻ. അതെ, അപ്പം കൊടുക്കണം. അശോകന് എന്താണ് അശോകനും അത് പ്രോപ്പറായിട്ട് അശോകനെ യൂസ് ചെയ്താലും ഐ മീൻ ഹീസ് ഓൾസോ റിയലി ഗുഡ് ആക്ടർ. അതിനകത്ത് അപർണ ബാലവറിലെ ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. ഇവര് സെറ്റിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അവര് സെറ്റിൽ അവർ ഇരുന്ന് ലൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് സംസാരിക്കും. അപ്പൊ അശോകൻ തിരിഞ്ഞു നിൽക്കുമായിരിക്കും. അപ്പം
ആസിഫ് ഒരു അശോകേട്ടാന്ന് വിളിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കും. അപ്പൊ അപർണ ബാലമന്ത്രി അവിടെ നിന്ന് പാടുവന്ന് അഴകേ അഴകേ. വിണ്ണിൻ. അതെ, ഹീസ് ഓൾസോ വെരി ഇൻക്രെഡിബിൾ ആക്ടർ. പുള്ളി പഴയ അതെ. തഗ്ഗായിരുന്നു, റിബലായിരുന്നു പഴയ പടത്തില്. പഴയ അച്ഛനല്ലേ സാർ, കൊന്നെങ്കിൽ കൊന്നെന്ന് ഞാൻ പറയുന്നൊക്കെ പറയുന്നു. ആ, അതെ. അത് ആക്ച്വലി എനിക്കൊന്നത് യവനികക്കകത്തുണ്ടോ അത് പറയുന്നത്. യവനികയാണെന്നോ? ആ, എനിക്കറിയാം. ജേക്കബ് ഈരാളിയോട് എന്തോ പറയുന്ന ഡയലോഗ് അത്. ആക്ച്വലി ഇൻഹരിയർ നഗറിൽ വന്ന ആ 4 പേരുടെയും കരിയർ ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ, ആണല്ലോ ഇതിന്റെ സൂപ്പറായിരുന്നു. ആ, അതിനകത്ത് ജഗദീഷും ഉണ്ടല്ലേ. ജഗദീഷും ജഗദീഷ്. ഉണ്ടല്ലോ. Yes. എനിക്ക് അതിനകത്ത് തോമസ് കുട്ടിയുടെ ക്യാരക്ടർ ഭയങ്കര റിലേറ്റബിൾ ആ ഇന്ന്. ഇപ്പൊ ഓരോരുത്തർ പറയും നിന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഞാനങ്ങനെ പുറത്തൊന്നും ഇറങ്ങാതെ തോന്നി. പുള്ളിയുടെ ഭയങ്കര റിലേറ്റബിൾ ആണ്. പാണ്ടിയപ്പച്ചയിലെ ക്യാരക്ടർ ഭയങ്കര രസമായിരുന്നു. ആ, അശോകന്റെ. മറ്റേ വെറുതെ ബാത്റൂമിൽ ഇരുന്ന് ഹെൽത്ത് ഫോസറ്റ് വെച്ച് കളിക്കുക. മറ്റേ ഒരു കുട്ടിത്തം നിറഞ്ഞ ഒരു വില്ലനായിരുന്നു പുള്ളി. മറ്റേ മറ്റേ കൊട കൊട നിവർത്തുമ്പോ കൊടയുടെ തുണി പറന്നു പോകുന്നത്. പുള്ളി സൂപ്പറാ. അശോകന്റെ ക്യാരക്ടർ ഞാൻ നോക്കിട്ട് ഈ പറയുന്ന പോലെ മിക്കായെല്ലാ തെരുമിച്ച ക്യാരക്ടർ. എന്റെ ഫേവറേറ്റ് സീക്വൻസ് ആണ് മറ്റേ ഉറുമ്പിനെ കുളിച്ചിട്ടിറങ്ങി സാന്റാ ക്ലോസ്. അല്ല ക്രിസ്മസ് പപ്പയുടെ വേഷം കിട്ടി ഡാൻസ് ഒക്കെ കളിക്കുമ്പോ തോക്കുമ്പോ എന്താ ഉറുമ്പ് കടിച്ച അന്യായം അതൊക്കെ. അയ്യോ, ജഗുബായുടെ കരിയറും ഭയങ്കര ഇംപ്രസീവ് ആണ്. ജഗദീഷിന്റെ ജഗദീഷ് ആക്ച്വലി പുള്ളി കരിയറിന്റെ ഏറ്റവും ഗോൾഡൻ പീരീഡ്. പുള്ളി അത് നല്ലപോലെ യൂസും ചെയ്യുന്നുണ്ട്. ഡൂയിങ് ഗുഡ് ഫിലിംസ്, ഡൂയിങ് ഗുഡ് ക്യാരക്ടേഴ്സ് ഓൾസോ. ആക്ച്വലി നമ്മുടെ ഈ അശോകൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഉള്ളടക്കം എന്ന് പറയുന്ന മോഹൻലാലിന്റെ ഒരു പടത്തിൽ ഇങ്ങനെ ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂവിന്റെ ഒരു ഇത് എല്ലാവർക്കും പാട്ട്, ഇവൻ അന്തിവയിൽ പൊന്നുതിരും ആണെങ്കിലും ഫേമസ് പാട്ടുകളുള്ള ഒരു സിനിമയായിരുന്നു അത്. അതൊരു വല്ലാത്ത പടമാണ് ഈ ഉള്ളടക്കം എന്ന് പറയുന്നത്. വല്ലാത്തൊരു സിനിമ. ഇത് ഈ പറയുന്ന അശോകൻ ഈ മെന്റലി കുഴപ്പമുള്ള കുറെ ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. ഈ അനന്തരം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്. അത് അടൂർ ഗോപാലകൃഷ്ണന്റെ ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം. അത് ഫുള്ള് മറ്റേ ഗൗതം മേനോന് മുന്നേ ഉള്ള വോയിസ് ഓവറാ അശോകൻ. ഫുള്ള് വോയിസ് ഓവറാ എന്റെ അകത്ത്. അയ്യോ, അതിന്റെ അകത്ത് പുള്ളിക്കുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാല് നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അപ്പൊ നമ്മൾ തന്നെ ഇരിക്കും. അപ്പൊ എനിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ കാരണം ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള തോട്ട്സാ. സോ അന്നത്തെ കാലത്ത് എന്റെ അമ്മയൊക്കെ കണ്ടിട്ട് പറയും ഈ അനന്തരമൊക്കെ കാണുമ്പോ എടാ ഒന്നും മനസ്സിലാകത്തില്ല, ഇവന് ഭയങ്കര ഭ്രാന്തമായിട്ടുള്ള ചിന്തകളാന്നൊക്കെ പറയായിരുന്നു. അപ്പൊ എനിക്ക് കണ്ടപ്പോഴത്തേക്കും ഐ ഫൗണ്ട് ഇറ്റ് വെരി റിലേറ്റബിൾ ബിക്കോസ് വി ഓൾ തിങ്ക് ഇൻ സച്ച് എ വേ. നമുക്കും ഇൻട്രൂസീവ് തോട്ട്സ് ഉണ്ടാവാറുണ്ട്, നമുക്കും വയലന്റ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടായി. ഈവൻ ദോ വി ഡോണ്ട് ആക്ട് വയലന്റ്, ദർ ഇസ് സം സോർട്ട് ഓഫ് എ വയലൻസ് ഇൻ ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് us. വി ജസ്റ്റ് നമ്മുടെ ഉള്ളിൽ സാവേജ്, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒന്ന് സട്ടിൽ ഡൗൺ ഇങ്ങനെ താത്തി പിടിക്കുന്നേ ഉള്ളൂ. സോ ഐ തിങ്ക് ഇപ്പം വേറെ എന്തെങ്കിലും നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യാനുണ്ടോ, എടുത്തു പറയാൻ എന്തെങ്കിലും ഉള്ള ഒരു കാര്യം? ലൈക്ക് ഇതൊരു ഭയങ്കര യൂണിവേഴ്സൽ പ്ലോട്ട് അല്ലേ ഈ സിനിമയ്ക്കുള്ളത്? ആണ് അത്. മറ്റു ഭാഷകളിലൊക്കെ ആണെങ്കിലും ആൾക്കാർ അതിനെ നല്ല രീതിയിൽ റിസീവ് ചെയ്തു. അപ്പൊ അവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അതിന് നമ്മുടെ ഒരു എന്താ പറയുന്നത്, പല സിനിമകളുടെ ഒരു പ്രത്യേകതയും കൂടെ അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. റൂട്ടഡ് ആയതുകൊണ്ടാണ് എന്തോ ആൾക്കാർക്ക് വേറെ കൾച്ചറിൽ നിന്നൊക്കെ ഉള്ള ആളുകളാണെങ്കിലും അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു എലമെന്റ്സ് ഉണ്ടാവാറുണ്ട്. എല്ലാ പടങ്ങളിലും അല്ല. അത് വേണോ? കിഷ്കിന്താണ്ടം ബാലയ്യ റീമേക്ക് ചെയ്യുകയാണെങ്കിൽ ഉഗ്രനായിരിക്കും, പൊളയായിരിക്കും. ബാലയ്യക്ക് പ്രിയം എന്നുള്ള രീതിയിൽ. അപ്പൊ പിള്ളേരുടെ റോള് ബാലയ്യ. പുള്ളിയുടെ പഴയ മിലിറ്ററി കഥയൊക്കെ ഒന്ന് കാണിച്ച് ഫ്ലാഷ് ബാക്ക് ഒക്കെ പോയിട്ട്
അവിടെ ആസിഫ് അലിക്ക് ക്യാരക്ടർ ചെയ്യുന്ന ആൾക്ക് അറിയില്ല, പക്ഷെ അപ്പുപിള്ളക്ക് അറിയാം. അതായത് പുള്ളി എല്ലാവർക്കും എന്നിട്ട് അത് കത്തിച്ച് കളയും ചുമ്മാ ഒരു രസത്തിന്. ഇത് ഓർമ്മയൊക്കെ ഉണ്ട് തമിഴ് അവിടെ. മെമ്മറി ലോസ് ഒന്നും ഇല്ല. മെമ്മറി ലോസ് ഉണ്ടെന്ന് അഭിനയിക്കുകയാണ് പുള്ളി. അഭിനയിക്കുകയാണ് പുള്ളി. ഇത് തമിഴില് റീമേക്ക് ആണെങ്കിൽ അപ്പുപിള്ളയുടെ റോള് ചെയ്യാൻ പറ്റുന്ന ആളെ MS ഭാസ്കർ, എന്റെ ഒപ്പീനിയൻ. MS ഭാസ്കർ ചെയ്താൽ നന്നായിരിക്കും. MS ഭാസ്കറിന് ഇളവരസിന് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന്. ലോറൻസ് ഓൾസോ റിയലി ഗുഡ് ആക്ടർ, പുള്ളിക്കും ചെയ്യാൻ പറ്റും. കറക്റ്റ്. പണ്ടായിരുന്നെങ്കിൽ നമുക്ക് നാസറിന്റെ പേര് ഈസി ആയിട്ട് പറയാമായിരുന്നു, പക്ഷെ ഇപ്പൊ നാസറിന്റെ പറയാൻ പറ്റില്ല. കാരണം നാസർ ഇച്ചിരി നമുക്ക് മനസ്സിലാവും പുള്ളി ഒരു കിടിലൻ റോൾ ചെയ്യുമെന്നുള്ളത് നമുക്കറിയാം. അധികം പക്ഷെ പടങ്ങളിലൊന്നും ഇപ്പൊ കാണാത്ത ഒരു വ്യക്തിയുടെ പേര് പറയാം, ആരാണ്? പ്രകാശ് രാജ്. ഓ, ഇപ്പൊ എല്ലാ പടത്തിലും ഞാൻ ബഗീര അല്ല കണ്ടപ്പോ ആക്ച്വലി അതിന്റെ അകത്തുണ്ട് പ്രകാശ് രാജ് ഉണ്ട് പോലീസായിട്ടല്ലേ. യെസ്, പോലീസായിട്ട്. അതിന്റെ ട്രെയിലർ കണ്ടായിരുന്നു. എല്ലാത്തിന്റെ അകത്തുണ്ട് ഇപ്പൊ പുള്ളി. പുള്ളി അല്ല അങ്ങ് പുള്ളിയാണേലും സാച്ചുറേറ്റ്. നല്ലതായിരിക്കും ആക്ച്വലി. അപ്പുപിള്ളയുടെ റോള് വേണമെങ്കിൽ നല്ലതായിരിക്കും. ഭാരതരാജയ്ക്കും ചെയ്യാം. ഭാരതരാജാണേലും കൊള്ളാം. കട്ടപ്പ ആണെങ്കിലും ചിലപ്പോ നല്ലതായിരിക്കും. കട്ടപ്പയുടെ പേര് ഞാൻ സത്യരാജ്. 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 യെസ്. സത്യരാജ് കുഴപ്പമില്ലായിരിക്കും. ചെയ്യാൻ പറ്റും. ആ ഒരു സ്ട്രിക്റ്റ് തന്തപ്പടിയൊക്കെ ആയിട്ടൊക്കെ ആണെങ്കിൽ ആ പുള്ളിക്ക് നൻപന്റെ അതില് അതുപോലത്തെ റോളല്ല, പക്ഷെ ഒരു ഇതിന്റെ അകത്ത് നല്ലതല്ലായിരുന്നു. സോറി, ഞാൻ ബിർമാണ്ടി സന്തന. ബോബൻ ഇറാനിയുടെ ഫാനാണ്. സോറി. ഇല്ല, ഞങ്ങളൊക്കെ ബെർമാണ്ടി സന്ദനം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബോബൻ വൈറസ് ഇറാനിയൊക്കെ. കഴിഞ്ഞിട്ടത് ബിർമാണ്ടി സന്തന മറ്റൊരു ഉയർന്നു. വൈറസ് തന്നെ പേര് ആ വൈറസ് നമുക്ക് പോരാ, വീരസഹസ്രബുദ്ധയാന്നുള്ളു. സഹസ്രബുദ്ധ പോരാ. പോരെ പോരെ ബൊമ്മലി പോരെ. നാട്ടുകാരെല്ലാം വന്ന് ചീത്ത വിളിക്കും നിങ്ങളതിന്. എനിക്ക് അതിന്റെ പ്രശ്നമുള്ള അകത്ത് ഒരു കാര്യമാണ്. പ്രശ്നമില്ല. എനിക്ക് ഹിന്ദി അറിയത്തില്ല. എനിക്ക് അത് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. നോ, ഞാൻ എനിക്ക് ആദ്യം നൻപനാണ് ഈ കണ്ടത്. എനിക്ക് വസൂൽ രാജയും സെയിം ഇത് തന്നെയാണ്, സഞ്ജയത്തിന്റെ വസൂൽ. ഇതിനേക്കാളും. അത് ഡീനായിട്ട് പ്രകാശ് രാജ് കിങ്. അതെ, ബോബൻ ഇറാനി അങ്ങോട്ട് വന്നില്ല, എനിക്കറിയില്ല. ബോബൻ ഇറാനി നല്ല ആക്ടറാണ്, ബട്ട് എന്തോ പക്ഷെ ഇതിനകത്ത് ഡീൻ പ്രകാശ് ചിരിക്കുന്നതൊക്കെ അതെ. വിഷയം. എന്താണ് അതിന്റെ അർത്ഥം? എനിക്കൊന്ന് മകന്റെ റോളില് MS ഭാസ്കർ ആണ്. മകന്റെ റോള് വല്ല അശോക് സെൽവനോ അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ അഭിനയിച്ചാലും മതി. അശോക് ഷെൽവൻ അല്ലെങ്കിൽ ഹരീഷ് കല്യാൺ. കവിന് വേണമെങ്കിൽ അഭിനയിക്കാൻ. കവിൻ, അല്ലെ ഹരീഷ് മണികണ്ഠൻ കല്യാൺ, അഭിനയിച്ചാലും മതി. കതിറിനെ ഇപ്പൊ കാണാനില്ല. കതിർ നല്ലതാണ്. ഈ മാമന്നന്റെ അകത്ത് കതിർ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നൊരു ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു സാധനം, കതിറായിരുന്നെങ്കിൽ ആ പടം നെക്സ്റ്റ് ലെവൽ. വേറെ നല്ലതാണ്. ധനുഷ് ആണെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ലെവലിൽ വേറെ രീതിയിൽ പോയേനെ, പക്ഷെ കതിറാണെങ്കിൽ മാമനന്റെ രണ്ട് പ്രശ്നങ്ങള്, ഒന്ന് ഉദയനിധി സ്റ്റാലിനും മറ്റേത് കീർത്തി സുരേഷും. ആ രണ്ട് പ്രശ്നങ്ങൾ ആ പടത്തിൽ നിന്ന്. പരിയേറും പെരുമാള് കണ്ടിട്ടുണ്ടോ? അതിന്റെ അകത്തെ ആളാണ് കതിർ നായകൻ. മറ്റേ ബിഗിലിന്റെ അകത്ത് ഇവന്റെ അസിസ്റ്റന്റ് ആയിട്ട് പോയിട്ടില്ലേ? അതിന്റെ അകത്തുണ്ട്. അത് ശരിക്കും നീ പറഞ്ഞ പോലെ കതിർ ചെയ്തിരുന്നെങ്കിൽ അതൊരു നെക്സ്റ്റ് ലെവലിൽ പോകേണ്ട ഒരു പടമായിരുന്നു. ധനുഷ് ചെയ്താൽ പിന്നെ അത് കൊമേഴ്ഷ്യലി വേറെ ലെവലിലോട്ട് പോകും. പ്രത്യേകിച്ച് ആ ഇന്റർവൽ സീക്വൻസ് ഒക്കെ ഒരു വേറെ ഇത് വന്നേന്. പക്ഷെ കതിർ നല്ലതായിരുന്നു. ഇത് റീമേക്ക് ചെയ്യുമായിരിക്കും, തമിഴിനോട്ടോ ഇതിലോട്ടോ വല്ലോ. അതിനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഒരു ചെയ്യും. അല്ല, ഇതിനുള്ള പോപ്പുലാരിറ്റി ഇതിന് കിട്ടി, ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഏതോ ഒരു റീലിനകത്തിലെ ഏതോ ഒരു ഓഡിയൻസ് വന്നിട്ട് ഇത് കണ്ടിട്ട് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് ദൃശ്യം കബാപ്പാണെന്നൊക്കെ. സോ ദൃശ്യം തന്നെ ദൃശ്യം 2 ആണ് പറയുന്നത്. അജയ്ജിയുടെ ദൃശ്യമാണ് ഒറിജിനൽ എന്നൊക്കെ. ഒറിജിനൽ കൊറിയനിലോട്ട് റീമേക്ക് ചെയ്യാൻ പോകുന്നത് അജയ്ജിയുടേതാണ്. എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുമ്പോ ജിത്തുവിന് വല്ലതും കിട്ടുമോ? കിട്ടായിരിക്കും. അല്ല, ആണോ? എനിക്കറിയില്ല. ഇത് കിട്ടുമായിരിക്കുമല്ലോ. മറ്റേ റൈറ്റ്സിന്റെ അല്ലല്ലോ, മറ്റേ എന്തോ പൈസ റോയൽറ്റി കിട്ടുമായിരിക്കും. സിനിമയ്ക്കും റോയൽറ്റി തന്നെയാണ് പറയുന്നത്. ഞാൻ വെച്ചത് ബുക്കിന് മാത്രമേ റോയൽറ്റി പറയത്തുള്ളൂ. സിനിമയ്ക്കും റോയൽറ്റി, സ്ക്രിപ്റ്റിന് റോയൽറ്റി കിട്ടുമായിരിക്കും. അത് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടല്ലേ റീമേക്ക് റൈറ്റ്സ് വെക്കത്തുള്ളൂ. സോ അങ്ങനെയാണ്. എനിവേസ്, വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ?
കിഷ്കിന്ധനെ കുറിച്ച് വേറെ ഒന്നും ആഡ് ചെയ്യാനുണ്ട്. ഇതിന്റെ ഇനിയിപ്പോ സീക്വൽ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടൊക്കെ പൊക്കെ പിടിച്ചോണ്ട് വരായിരുന്നു. അതിനൊന്നും അങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് അതിന്റെ തോന്നുന്നു അല്ലേ? ആവശ്യമില്ല സത്യം പറഞ്ഞതിന്. സീക്വൽ ഒന്നും ഇല്ല, നല്ല അത് ending ആണ്. തീർന്നു. അത് ആ കഥ അവിടെ അങ്ങ് തീർന്നു, അവസാനിച്ചു. ആവശ്യമില്ല അത്. അങ്ങനെ കാര്യം ഇപ്പോഴത്തെ ഒരു പരിപാടി അതാണല്ലോ. പക്ഷെ ഒന്നെങ്കിൽ മലയാളത്തിൽ അത് കുറവാണ് കമ്പാരിറ്റീവ്ലി. ഈ സെക്കൻഡ് പാർട്ട് ഇറക്കുന്ന പരിപാടി ഉണ്ട്. കുറവാണ്. പക്ഷേ പക്ഷെ ഉണ്ട്. ഇപ്പം ഒന്നെങ്കില് എന്താ പറയുന്നത്, സീക്വലിന് വേണ്ടിട്ട് ഒരു എൻഡിങ് ഇടും. ചിലത് നമ്മൾ ഇപ്പൊ ദൃശ്യം 2 വരുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചു. കറക്റ്റ്. അത് അവിടെ എനിക്ക് തീർന്നു വരാൻ എന്നുള്ള രീതി. സാധ്യതയില്ലാത്തൊരു പടം സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ജനഗണമന. അത് സീക്വലി ആണോ? വരത്തില്ല. പക്ഷെ അതൊരു സ്കാം ഐ ആയിട്ട് എനിക്ക് ഹോപ്പ് തോന്നുന്നു. ഫോർ വൺ. കാരണം അത് നമുക്ക് അറിയത്തില്ല, ഒരു വല്ലാത്ത എൻഡിങ് അല്ലേ അതിന്. സുരാജിന്റെ വായിൽ നിന്ന് എവിടുന്നോ വീണായിരുന്നു. സുരാജിന്റെ ആണോ? വായിൽ നിന്ന് അത് വരത്തില്ലെന്നുള്ളത്. മിക്കവാറും ഇതൊന്നും വരത്തില്ലെന്ന് അതെന്തൊരു നമുക്ക് തന്നെ അറിയാം. അയ്യോടാ, that's sad. I mean, പക്ഷെ അതൊരു അതിന്റെ ഒരു ടീസർ ആ, തന്നെ ആ ഒരു സീക്വലിന്റെ ഇതിന് വെച്ചിട്ടല്ലേ, ആ അതെ മറ്റേ അതെ അതെ. പൃഥ്വിരാജിനും അതാ, സുരാജും അതിന്റെ സീക്വൽ, അതിന്റെ ഫ്ലാഷ് ബാക്ക് സീനിന്റെ അത് ശ്രീദിവ്യൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓ ആ അപ്പൊ അത് അതിപ്പോ ധ്രുവ നക്ഷത്രത്തിന്റെ അകത്ത് ഐശ്വര്യ രാജേഷ് അഭിനയിച്ചിട്ടുണ്ടല്ലോ. സീൻ പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റേ മഹാന്റെ അകത്ത് വാണി ഭോജൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ സീനും കട്ടിയായിരുന്നു. ധ്രുവ നക്ഷത്രം പടം ഇറങ്ങിയിട്ട് വേണ്ട ഐശ്വര്യ രാജേഷ് ഉണ്ടെന്നൊക്കെ അറിയാനായിട്ട്. പടം തന്നെ കട്ട് ചെയ്ത് കളഞ്ഞ്. പടം തന്നെ കട്ട് ചെയ്തു. ജീവിയവനെ കട്ട് ചെയ്തു, പാവം. പാവം. അപ്പൊ യെസ്, അപ്പൊ യെസ് വെച്ച് നീട്ടാ നമുക്ക് റാപ്പ് ചെയ്താലോ? എന്ത് പറയുന്നു? സോ എല്ലാവരും കിഷ്കിന്ധ കണ്ടും തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്ത എല്ലാവരും പോയിട്ട് ഇപ്പോൾ OTT അവൈലബിൾ ആണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരും പോയി കാണുക. ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം. മലയാളത്തിൽ നിന്ന് തന്നെയുള്ള നല്ലൊരു ത്രില്ലറാണ്. സോ ഓൺ ദാറ്റ് നോട്ട്, ദിസ് ഇസ് മീ UDC കുമാരി സൈനിങ് ഔട്ട് വിത്ത് മിസ്റ്റർ ദിഗംബരൻ ആൻഡ് ചക്രപാണി. ബൈ. ബൈ. ഞാനൊരു ഇത്തിരി മോശം സാറ്, പുറത്തു മാത്രമല്ല അകത്തും. ഇട്ടിച്ച് ഞാൻ പിഴിയും കഴിവ്. ഒന്ന് വണ്ടി കയറോ? പറഞ്ഞത് പറയാത്തൊക്കെ ഞാനൊന്ന് ടാലി ചെയ്ത് നോക്കട്ടെ. വിളിച്ച് വണ്ടി കയറി. കാർത്തികേയ, കയ്യൂക്കിന്റെ ഭാഷ നിനക്കേ വശമുള്ളൂ, നീ ധരിക്കരുത്. നിന്റെ അച്ഛൻ സമ്പാദിച്ചിട്ട വകയല്ല നീ ഹോസ്പിറ്റലിൽ കയറി തല്ലി തകർത്തത്. ഈ കൈയിന്റെ എല്ലാവരും 4 പീസാക്കിയ പിന്നെ നീ ഒരുത്തനും പൊക്കില്ലത്. അതുപോലെ നമ്മൾ എത്ര സ്നേഹിച്ചാലും എന്തൊക്കെ ചെയ്താലും നമുക്ക് എപ്പോഴും രണ്ടാം സ്ഥാനം. നിനക്കൊക്കെ മാസാമാസം ശമ്പളം എണ്ണി തരുന്ന സർക്കാരുമായിട്ട് ഈ വിശ്വാസമുള്ള അവിഹിത ബന്ധത്തിന്റെ കണക്കെടുപ്പ് നടത്തിയ അത് ഒരുപാട് കാണും. ആ ബന്ധത്തിൽ ഒരെണ്ണമെടുത്ത് മനസ്സറിഞ്ഞ് ഞാനൊന്ന് മൂക്ക് ചീറ്റിയ പിന്നെ നിന്റെ ഈ തലയ്ക്ക് മുഴലിക്കുന്ന ഈ അലങ്കാര വസ്തുവിന് പകരം മൺചട്ടി വളർത്തേണ്ടി വരും. മൺചട്ടി. എടാ കൊച്ചനെ, നീയൊക്കെ കിടക്കപ്പായ കിടന്ന് മുള്ളുന്ന കാലം തൊട്ട് ഇടാൻ തുടങ്ങിയതാ വിശ്വാനി കുപ്പായം. കാര്യം കഞ്ഞുമുക്കിയതാണെങ്കിലും ഇത് ഖദറ. ഇന്ന് കൊച്ചുകൊടുപ്പാൻ കാലത്താണ് ഞാനിങ്ങ് എത്തിയത്. ഇത്തവണ തോട്ടത്തിൽ ചെന്ന് കയറിയപ്പോ മുതൽ അവിടെ നല്ല അപ്പല് കൂത്ത്. കഴിഞ്ഞ ആഴ്ചയിലും ആളാം വീതം കുറെ കാശ് കൊണ്ട് കഴിവേറ്റതാ. എന്നിട്ട് മിനിയാൻ അവന്റെ അമ്മയുടെ മന്ത്രി വരുന്നുണ്ടെന്ന് പറഞ്ഞ് പോലീസും എസ്ഐസും പട്ടാളവും പത്രക്കാരും എല്ലാം കൂടെ തോട്ടത്തിൽ കിടന്ന് ഇറങ്ങിയില്ലേ. പോലെയാടി മോഹൻ 10 ലക്ഷങ്ങളെ ചെടിവെട്ടിക്കാണു. അപ്പൊ നല്ല പൂത്തൊന്നും നേരം നീലക്കടയിൽ. എന്നിട്ട് തന്നെ അവന്മാരിങ്ങോട്ട് വെടിപൊട്ടിച്ചു. നമ്മൾ പടക്കേറി. കുഴപ്പമൊന്നുമില്ല, പണിക്കാരൻ എടുക്കുന്ന കാര്യം അനുഗ്രഹം തോട്ടത്തിൽ പണിക്കാർ മാറ്റും. ഈ വിരല് കണ്ടോ നീ? കാഴ്ച കളിക്കുന്ന വിരല. കാട്ടിൽ കയറി കൊമ്പനാണ് കണ്ണി വെടി പൊട്ടിക്കുന്നത് ഞാനറിയാം. നിനക്കറിയത്തില്ല? അറിയാൻ നിനക്കറിയത്തില്ല? നിന്റെ കണ്ണിനെ പൊട്ടിക്കും. കൊച്ച വേദിക്കാര് വെച്ചാൽ ഇവന്മാരെല്ലാം കൂടെ എന്നെ ഇതൊക്കെ പറിച്ചു കളയുമോ? വിശുദ്ധ യൂദാസ്ലീഹയുടെ നൊവേന. ഇതുപോലെ സഹിക്കാൻ വയ്യാത്ത കോപം വരുമ്പോ മനസ്സിരുത്തി ചൊല്ലിയാൽ മതി. കോപം തണുക്കും, വിവേകം വരും.